ശതധാരമുത്സമക്ഷീയമാണം വിഭശ്ചിതം പിതരം വക്വാനം മേളിം മദന്തം പിത്രോരുപസ്ഥേ തം രോദസി വിവൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഹസ്തീന്ദ്രാനനമിന്ദുചൂഢമരുണച്ഛായം ത്രിനേത്രം രസാദാസൃഷ്ടം പ്രിയയാ സപത്മകരയാ സ്വാംഗസ്ഥയാ സന്തതം ബീജാപൂരഗദാധനുസ്ത്രിശിഖയുക്ചക്രാബ്ജപാശോൽപല വ്രീഹ്യഗ്രസ്വവിഷാണരത്നകലശാൻ ഹസ്തൈർവഹന്തം ഭജേ. ധന്യസദ്ഗുരുനാഥാ ശരണം, പൊന്നുഗുരുവായൂരപ്പാ ശരണം, രാധികാ ജീവനസ്മരണം. ജയ ജയ രാധേശ്യം. മേഘം നിന്റെ മനസ്സ് വാർന്നു പടരും കാളിന്തി നിൻ കണ്ണുനീർ വ്യോമം നിന്റെ ഹൃദന്തം ഈറയിളകും നാദങ്ങൾ നിൻ ഗദ്ഗദം താരം താവക സ്വപ്നം ഇന്ദുകല നിന്നേർത്തുള്ള രൂപം മഹാകാലം നിന്നുടെ വാഴ്വ് നീലമയിലേ നീ രാധതൻ സങ്കടം. ജയ ശിവകാമ്യൈ ജയ ചിദംബരം അരുണകിരണജാലൈരഞ്ജിതാശാവകാശ വിധൃതജപപടീകാ പുസ്തകാ വേദഹസ്താം ഇതരവരകരാഢ്യാ ഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ആദ്യമായി ഉള്ളവൻ്റെ എളിയ പ്രണാമം. സത്യം പരം ധീമഹി എന്നാണ് വിഷയം തന്നിട്ടുള്ളത്. 1 മണിക്കൂറാണ് ഇതിൻ്റെ സമയം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് വലിയ മഹാപുരുഷന്മാരുടെ ഇടയിൽ ഒരു അഭ്യാസത്തിനൊന്നും മുതിരാൻ ഉദ്ദേശിക്കുന്നില്ല. ഭഗവാനെ ഒന്ന് തൊഴാം. ഞാനിവിടെ ഈ മണ്ണിൽ വരുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അവകാശമുള്ളൊരു മണ്ണാണിത്. ഗുരുവായൂരപ്പദാസ സ്വാമി സമാധിയാവുന്നതിൻ്റെ അന്നാണ് ഞാൻ അഡ്വക്കേറ്റ് TR രാമനാഥൻ സാറിനെ കാണുന്നത്. അതിനു മുമ്പ് വേറെ ഇവിടെ പറയാറില്ല, പക്ഷെ ഇവിടെ പറയാറുണ്ട്. അതിനു മുമ്പ് ഭാഗവതം വിറച്ച് വാങ്ങിയത് തിരുമേനയുടെ കയ്യിൽ നിന്നാണ്. പ്രകാശേട്ടനത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം അത് അങ്ങനെ പറയാൻ നമുക്കൊരു യോഗ്യത കുറവുള്ള പോലെ എപ്പോഴും തോന്നണതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഭാഗവതത്തെ സമീപിക്കുമ്പം ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നന്നാവുമെന്ന് തോന്നാറുണ്ട്. കാരണം പാലക്കാട് അടുത്ത് ഒറ്റപ്പാലം ഭാഗത്ത് വെച്ച് ഒരിക്കലും വള്ളിയൂർ തിരുമേനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുണ്ടായി. കുറേ കാലം മുമ്പാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ദിവാകരേട്ടനൊക്കെ ഉണ്ട്. ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ കാറ് വട്ടം കറങ്ങി തെന്നിപ്പോയതാ. അപ്പം അങ്ങനെ തെന്നിപ്പോയി രണ്ടാളും 2 ഡോറിൻ്റെ സൈഡിൽ ചെന്ന് ഇടിച്ചു. കാറ് പൂർണ്ണമായിട്ട് തകർന്നു പോയിരുന്നു. അപ്പം തിരുമേനിക്ക് അത്ര നിസാരം എന്ന് പറയാനൊന്നും പറ്റില്ല, പരിക്ക് പറ്റുണ്ടായി. അപ്പം അങ്ങനെ പരിക്ക് പറ്റി വിശ്രമിക്കുന്ന സമയത്ത്
ഒരുപാട് പേര് കാണാനായിട്ട് വന്നിരുന്നു. സ്വാഭാവികമാണല്ലോ. അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ മാതാമൃതാനന്ദമയി ദേവിയുടെ വത്സല ശിഷ്യനായിട്ടുള്ള, നമുക്ക് അറിയാം, നമ്മുടെ ഇടപ്പള്ളിയിലൊക്കെ ഉള്ള എയിംസിൻ്റെയൊക്കെ ചുമതലയുള്ള പൂർണ്ണാമൃതാനന്ദ സ്വാമിജി തിരുമേനിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ എല്ലാവരും നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കടന്നു വന്നത്. അപ്പോൾ തിരുമേനിക്ക് അത്ര ശരീരത്തിന് നല്ല സുഖമില്ല, മാത്രമല്ല ഈ ആക്സിഡൻറ്റും. അപ്പം തിരുമേനി പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് സ്വാമിയോട് ഒരു കാര്യം പറയാനുണ്ട്, അപ്പം ബാക്കിയുള്ളവരൊന്ന് പുറത്ത് നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണല്ലോ, എല്ലാവരും വിചാരിച്ചു ചികിത്സയുടെ എന്തെങ്കിലും കാര്യം പറയാനൊക്കെ ആവും, അപ്പോൾ പിന്നെ അതിനൊരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും അവിടുന്ന് പുറത്തേക്ക് മാറി നിന്നു. തിരുമേനി ആ വയ്യായികയിലാണ്, ശരീരത്തിന് തീരെ സുഖമില്ല, ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്ന ആ സമയത്ത്. അപ്പം പൂർണ്ണാമൃതാനന്ദ സ്വാമിയും ഇതിനെക്കുറിച്ചിങ്ങനെ ചിന്തിച്ചു, തിരുമേനി എന്താ പറയുക, എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാലോ എന്ന മനസ്ഥിതിയോടുകൂടി തന്നെ നിന്ന അദ്ദേഹത്തോട് ഇനി എയിംസിലേക്ക് കൊണ്ടുപോണിച്ചാൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ നിന്ന സമയത്ത് വള്ളിയൂർ തിരുമേനി ആ വയ്യാത്ത ശരീരം ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചിട്ട് സ്വാമിയോട് അന്ന് പറഞ്ഞു, അമ്മയെ കാണുമ്പം, അമൃതാനന്ദമയി ദേവിയെ കാണുമ്പം ഒന്ന് അവിടുന്ന് പറയണം, എനിക്ക് ഭക്തി കുറവാണ്. കുറച്ച് ഭക്തി ഉണ്ടാവാൻ അമ്മയോടൊന്ന് പറഞ്ഞ് നേരെയാക്കണം. ഇപ്പം നമ്മൾ ഈ വേഷം കെട്ടുകാർക്ക് ഇത് മനസ്സിലാവാൻ പ്രയാസമാണേ, ബുദ്ധിമുട്ടത്. ഞാനടക്കമുള്ള ആളുകളുടെ ഇത്തരം സർക്കസിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. അങ്ങനെ ആവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അതിനെയാണ് സത്യം എന്ന് പറഞ്ഞത്. അത് മാത്രമേ നിലനിന്നിട്ടുള്ളൂ ഇവിടെ. കാരണം ഇത് ആമുഖമായിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, നമുക്കിപ്പോഴും ഗുരുവായൂരപ്പൻ കല്ലും വിഗ്രഹവും കട്ടയും മണ്ണും മരമൊക്കെയാണ്. ചിലർ പറയണ കേട്ടില്ലേ, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അത്ര. അപ്പോൾ ഗുരുവായൂരപ്പൻ ആരാ? ഭാഗവതം എന്ന ഗ്രന്ഥം, കയമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, കാരണം തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിക്കറിയാത്ത ശാസ്ത്രങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ സദസ്സിൽ വെച്ചിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്, പ്രഹ്ലാദ സ്തുതി വായിക്കുന്ന സമയത്ത് അന്ന് അവിടെ വലിയ മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ ധാരാളം കേൾവിക്കാരായിട്ടുണ്ടായിരുന്നു എന്നാണ് സപ്താഹ സദസ്സിൽ. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ പ്രഹ്ലാദ സ്തുതി വായിച്ച് വ്യാഖ്യാനിക്കുന്ന സമയത്ത് വള്ളിയൂർ തിരുമേനിയോട് പറയുണ്ടായി, തർക്കശാസ്ത്രത്തിൻ്റെ ബേസിൽ ഇതൊന്ന് വ്യാഖ്യാനിക്കാമോ? സാധാരണ ആളുകളാണെങ്കിൽ അപ്പം തന്നെ എന്നാ ശരി കാണാട്ടോ എന്ന് പറയുക ചെയ്യും. പക്ഷേ തിരുമേനി അന്ന് ചെയ്ത ആ പ്രഭാഷണം കേട്ട ഒരാളുണ്ട്, മനയത്താറ്റ് ചന്ദ്രശേഖരൻ തിരുമേനി. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, തർക്കശാസ്ത്രത്തിലെ ഓരോ തലങ്ങളും പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ആ പ്രഹ്ലാദസ്തുതി മുഴുവൻ വ്യാഖ്യാനിച്ച് അത് ഈശ്വരനിലേക്ക് സമർപ്പിച്ചു അദ്ദേഹം. കാരണം പദാർത്ഥ വിജ്ഞാനം കുറച്ച് വിഷമാണ്. പഞ്ചീകരണം, നമ്മൾ വിചാരിക്കണ മാതിരി തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ തർക്കിക്കാനുള്ളതല്ല. ഉദാഹരണം പറഞ്ഞാൽ,
ഇപ്പോൾ ലക്ഷണങ്ങളെ കൊണ്ട് വസ്തുക്കളെ ബോധിക്കുക എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ പശുവിനെ കണ്ടിട്ടുണ്ടോ? എന്നെ നോക്കി പേടിപ്പിക്കണ എന്തിനാ? ഞാൻ പശുവിനെ കണ്ടിട്ടുണ്ടോ എന്നല്ല ചോദിച്ചത്. നമ്മൾ എന്തിനാ ഇവിടെ വരണത്? ആനന്ദിക്കാനല്ലേ, സന്തോഷിക്കാനല്ലേ. എന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തെ നമ്മൾ ഹൃദയത്തിൽ വെച്ചില്ലെങ്കിൽ വേണ്ട, പുറത്തുണ്ടല്ലോ. അത് കണ്ടാലെങ്കിലും ഒന്ന് ചിരിക്കുക. അതില്ല, ബാക്കിയൊക്കെ ഉണ്ട്. തിരുമേനിയുടെ ചിരിയെക്കുറിച്ച് പറയും. അതിനേക്കാളും നിഷ്കളങ്കമായൊരു ചിരി ഇനി നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ചിരി വരുന്നത് എവിടുന്ന? അത് ഉള്ളിന്ന് വരുന്നതാണ്. നമുക്കങ്ങനെ ചിരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളത്ര ശുദ്ധ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഒരാൾ ചോദിക്കുക പശുവിനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മളെന്താ പറയാം? പശുവിനെ കണ്ടിട്ടുണ്ടെന്ന് പറയും. അപ്പം എനിക്ക് പറയാൻ വേണമെങ്കിൽ പശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ പിന്നെയും പറയും ഞാൻ പശുവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ പശുവിന്റെ ലക്ഷണം എന്താന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പലതും പറയും. കൊമ്പുണ്ട്, കാലുണ്ട്, വാലുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ശരിയാവില്ലല്ലോ. കൊമ്പ് മാനിനില്ലേ, 4 കാല് ആനയ്ക്കില്ലേ, വാല് മറ്റു ജീവികൾക്കില്ലേ. അപ്പോൾ തർക്കശാസ്ത്രക്കാർ അതിനകത്തൊരു ലക്ഷണം പറയും. എന്താ? പക്ഷ്മത്വം, ഗോത്വം. പശുവിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അതിൻ്റെ താഴെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള താട, പക്ഷ്മത്വം. അങ്ങനെ ഓരോ വസ്തുക്കൾ അവരിങ്ങനെ പറയും. വലിയ പ്രയാസം അത്. അപ്പം അത്രയ്ക്ക് ശാസ്ത്ര പണ്ഡിതനായിരുന്നു വള്ളിയൂർ തിരുമേനിയുടെ പ്രത്യേകത അതാ. പണ്ട് ഇവിടുന്ന് കോയമ്പത്തൂർ നാഗാർജുനയുടെ അവിടെ സപ്താഹം നടത്താൻ പോയ സമയത്ത് ശ്രീധരീയം ചുമന്നുകൊണ്ട് പോയി വായിച്ച് അവസാന ആ പുസ്തകം ദിവാരേട്ടനൊക്കെ എടുത്ത് മാറ്റിവെച്ച കഥയൊക്കെ പറയാറുണ്ട്. കാരണം അത് ആർക്കാ മനസ്സിലാവുക? അതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാൻ സാധ്യതല്ല. അപ്പം അത്രത്തോളം ശാസ്ത്രത്തെ വിടാതെ പോയിട്ട് അവസാനം തിരുമേനി നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ഉള്ളിൽ ഈ ഭഗവാനെ നേടാനുള്ള പ്രയത്നമായിരിക്കണം ഭാഗവതത്തിലെ ഓരോ നിമിഷങ്ങളും. ആ ലയം വന്നു കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കാണിച്ചിട്ട് എന്താ കാര്യം? പണ്ഡിതമൂർഖന്മാരായിട്ട് നമ്മൾ മാറിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഭാരം കുറയ്ക്കാനാണ് ഈ ചെയ്യുന്നതെല്ലാം. പറയുന്ന ആളിൻ്റെയും കേൾക്കുന്ന ആളിൻ്റെയും ഭാരം പതുക്കെ 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 കുറഞ്ഞു വരിക വേണ്ടത്. ഇതിപ്പോൾ ഓരോ സപ്താഹം കഴിയും തോറും അല്ലേ വാങ്ങുന്ന കാശിൻ്റെ ഭാരം ഞങ്ങളെ മാതിരിയുള്ള ആളുകൾ കൂട്ടുകയും നിങ്ങളുടെ ഭാരം കുറയുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാണ്, പറയാൻ പാടുണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്, ഭഗവാനിൽ ആ ഉറപ്പ് നമുക്ക് വരാത്തതുകൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ്. വ്യാകരണമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രയോഗം കുഴപ്പമെന്നാ പറയുക മഹാത്മാക്കൾ. കാരണം എന്താണ്? ആത്മനേപതി പരസ്മൈപതി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാകരണ സിദ്ധാന്തങ്ങളിലൊക്കെ ശബ്ദങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമ്മൾ നോക്കിയാൽ പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറയുന്ന ആ തലം അങ്ങനെ പറയാൻ പാടില്ല. ധീമഹി എന്നുള്ള ശബ്ദം എന്തിനാണ് അവിടെ ഘടിപ്പിച്ചത് എന്നുള്ള ചർച്ചയൊക്കെ വലിയ ആചാര്യന്മാർ നടത്താറുണ്ട്. കാരണം ഭാഗവതത്തിന് ഒരുപാട് തലങ്ങളിൽ വ്യാഖ്യാനമുണ്ട്. നിമ്പാർക്ക സമ്പ്രദായത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, ദ്വൈത ഭാവത്തിലുണ്ട്. ഇപ്പോൾ വീരരാഘവാചാര്യരുടെ വ്യാഖ്യാനമുണ്ട്. അതൊന്നും നമ്മളത്ര പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. സുബോധിനി വല്ലഭാചാര്യ സ്വാമികളുടെ വ്യാഖ്യാനമുണ്ട്. വിശ്വനാഥ ചക്രവർത്തിയുടെ സാരാർത്ഥ ബോധിനി എന്ന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. വാചസ്പതിയുടെ വ്യാഖ്യാനമുണ്ട്. ക്രമസന്ദർഭം അതുപോലെ തന്നെ ഗംഭീരമായൊരു വ്യാഖ്യാനമാണ്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴും ശ്രീധരാചാര്യ സ്വാമികളുടെ ശ്രീധരീയത്തെ ഒരു പടി കൂടെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് പലപ്പോഴും. വള്ളിയൂർ തിരുമേനി എപ്പോഴും പറയുമായിരുന്നു, ശ്രീധരീയം നോക്കിയിട്ടേ നമ്മൾ ഒരു തീർച്ച വരുത്താവൂ എന്ന് എപ്പോഴും പറയുമായിരുന്നു തിരുമേനി. അപ്പം അതിൽ പറയുന്നുണ്ട് എന്താണ് ധീമഹി ശബ്ദത്തിൻ്റെ പിന്നിലുള്ളത്. അത് മറ്റൊന്നുമല്ല, ഗായത്രി ഉപാഖ്യാനം ഇതി തത്വം എന്നാണ്. അതായത് ധീമഹി എന്നുള്ള ശബ്ദം നമ്മൾ എവിടെയോ കേട്ടിട്ടില്ലേ? അതെവിടെയത്? ഗായത്രി മന്ത്രത്തിലാണ്. അപ്പം ആ ഗായത്രി മന്ത്രത്തിലെ ധീമഹി ശബ്ദത്തെ എന്തിനവിടെ ഘടിപ്പിച്ചെന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൻ്റെ വേദ തത്വ സ്വഭാവം ബോധിപ്പിക്കാനത്രേ.
അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 സ്കന്ധമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋഗ്വേദ തത്വങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ഒരു ദിക്കിൽ മാത്രമല്ല. അപ്പോൾ ധീമഹി ശബ്ദം മാത്രമല്ല, ഇപ്പോൾ പുരുഷ സൂക്തത്തിൻ്റെ സംഗ്രഹം തന്നെയാണ് വിരാട് പുരുഷ വർണ്ണന എന്ന് പറയുന്നത്. എന്തിനാ ഒരുപാട് പറയണേ? ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ലോക ക്ലാസിക്കായിട്ട് തന്നെ ആളുകൾ പറയുന്ന നാസദീയ സൂക്തത്തിൻ്റെ സംഗ്രഹമാണ്. നാസൽ സൂക്തം എന്ന് പറയും. നാസദാസി നോസദാസി ദാനിം നാസിദ്രജോനോ വ്യോമാപരോയത് കിമാവരീവ കുഹവസ്യ ശർമ്മൻ അംഭക്കിമാസീത് ഗഹനം ഗഭീരം എന്ന് തുടങ്ങുന്ന പ്രപഞ്ചോൽപത്തിയുടെ തലങ്ങളെ അവർ സംഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം യജുർവേദം ഗദ്യരൂപത്തിലായതുകൊണ്ട് പഞ്ചമസ്കന്ധത്തിൻ്റെ സ്വഭാവം ഗദ്യശൈലിയിലേക്ക് കൊണ്ടുവന്നു എന്ന് അഭിപ്രായപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഗീതികാ പ്രാധാന്യമുള്ള വേദം സാമം, അതുകൊണ്ട് ഗോപികാഗീതം, ഭ്രമരഗീതം, യുഗളഗീതം ഒക്കെ അതിൽ വന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ഇതൊക്കെ അഭിപ്രായങ്ങളാട്ടോ. ഭാഗവതത്തിൽ എങ്ങനെ വേണമെങ്കിലും, അതുകൊണ്ടാണല്ലോ ഈ ശ്ലോകം ഇതിനെ നമസ്കരിക്കുക എന്ന് ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ്. കാരണം ഇതിനെ 100 പ്രകാരത്തിൽ വ്യാഖ്യാനിച്ച ഒരാളുണ്ട്, വംശീധര പണ്ഡിതൻ. അദ്ദേഹം ഈ ഒരു ശ്ലോകത്തെ 100 തരത്തിലാണ് വ്യാഖ്യാനിച്ചത്. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാവും, ഇനിയുണ്ടാവും, സംശയമില്ല. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഇത് അപൗരുഷം എന്നൊക്കെ പറയുന്നത്. കാരണം ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു സാധനമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേമന്മാരായതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കാതെ പോവാണ്. നമ്മുടെ കേമത്വമാണല്ലോ ഇതിനകത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പ്രഭാഷണം കേമാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിനിടയിൽ ഭക്തി ഇല്ലാണ്ടാവുകയാണ്. അപ്പം കേൾവിയും കേമത്താണല്ലോ. അപ്പോൾ ചിലരൊക്കെ പറയുമല്ലോ, ഞാൻ 586ാമത്തെ സപ്താഹത്തിൻ്റെ ആചാര്യനായിട്ട് ഇരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പൻ എന്താ ചെയ്യാന്ന് പറയാം. അതൊരു ഭഗവാന്റെ മായയാണത്. ആലോചിച്ച് നോക്കും. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഓർത്ത് വയ്ക്കുകയോ? എൻ്റെ 1,46,000ാമത്തെ നാരായണ ഞാൻ ഇന്ന് വൈകുന്നേരം പറയാൻ പോവുകയാണ്. എന്തൊരു ബ്ലണ്ടറാന്ന് ആലോചിച്ചോളൂ അല്ലേ. ചിലർ അങ്ങനെയും കൂടെ പറയും, ഞാൻ 41 ഭാഗവത സത്രവും കേട്ടു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നും. എന്തിനത് പറയണമെന്നറിയോ? പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളിങ്ങനെ ഒരു വലിയ മായയിൽ കുടുക്കുമ്പോഴാണ് സത്യംപരം ധീമഹി വിട്ടുപോണത്. നമുക്കൊറ്റ പ്രാർത്ഥനയെ വേണ്ടു. എന്തത്? ഭഗവാനെ അഹങ്കാരം ഉണ്ടാവരുത്. ഒന്നിലും അഹങ്കാരമില്ല എന്നുള്ള അഹങ്കാരം ഉണ്ടാവരുത് ആദ്യം. അത് വലിയ കുഴപ്പമാണ്. അത് ദമ്പം എന്നാ പറയും. അപ്പം ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അഹങ്കാരം പോയി, അപ്പം കുടുങ്ങി. അത് അതിനേക്കാളും വലിയ മായയാണ്. അപ്പം കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരമ്പലത്തിൽ സത്യത്തിൽ പോയി നമ്മൾ തൊഴുതിട്ടുണ്ടോ? നല്ലോണം നോക്കിക്കേ, ഇല്ല. അവിടെ കാണുന്ന ആ പ്രഭയിലൊക്കെ നമ്മൾ പെട്ടിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ മഹാമായയിൽ പെട്ട് വേറെ ഒക്കെ കണ്ടുണ്ട് അല്ലേ. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല. അല്ലെങ്കിൽ പിന്നെ കാശി തമ്പുരാനെ പോലൊക്കെ ആവണം. കാശി തമ്പുരാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് കടന്നു വരുന്ന രംഗം ആഞ്ഞം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഏകാദശി സന്ധ്യാവേളയിൽ ആ മനോഹരമായിരിക്കുന്ന ഗുരുവായൂരിൻ്റെ പ്രഭയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് 2 കണ്ണുകൾ ശ്രീകോവിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ചിട്ട് കാശിത്തമ്പുരാൻ ഇങ്ങനെ നടന്നു വരുന്നൊരു രംഗം പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം പരിപൂർണമായിട്ട് ഗുരുവായൂരപ്പനിൽ അടിപ്പെട്ടു പോയതുകൊണ്ടാണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താ ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കണത് ഭാഗവതം. അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഭാഗവതം എന്താണെന്ന് ആദ്യം അവർ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇപ്പം ഭാഗവതം എന്താന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം അഭേദാനന്ദ സ്വാമി പറയും. അഭേദാനന്ദ സ്വാമിയുടെ ഒരു വ്യാഖ്യാനമുണ്ട്. അതിൽ അദ്ദേഹം കുറേ അധികം വ്യാഖ്യാതാക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം സ്വാമി പറയും, വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാഗവതത്തിൻ്റെ ഭാഷ്യം ഭാഗവതം തന്നെയാണ്. അത് മറക്കാൻ പാടില്ല അവർ. അത് ശരിയാണത്. ഭാഗവതത്തിൻ്റെ ഭാഷ്യം ഭാഗവതം തന്നെയാണ്. അതിനകത്തതൊക്കെ ഉണ്ട്. ഇപ്പം വസുദേവ ശബ്ദത്തിൻ്റെ അർത്ഥം അന്വേഷിച്ച് യാസ്കനിരുക്തം നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ദക്ഷയാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്വം വിശുദ്ധം വസുദേവ സപ്ഞിതം. അപ്പുറത്തൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഭാഗവതത്തിൻ്റെ മുഖ്യ ശ്രോതാവ് ആരാ എന്ന് ചോദിച്ചാൽ വൈഷ്ണവാനാം യഥാശംഭു പറഞ്ഞു വെച്ചിട്ടുണ്ട്.
ഒക്കെ അതിനകത്ത് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഭാഗവത് എന്താ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഭാ ഇതാണ്, ഗ വേണ്ട. കാരണം എന്താ, ഭാഗവതം പറയുന്നുണ്ടല്ലോ. ഭാഗവതം എന്താ? സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ തത് രസാമൃത തൃപ്തസ്യ ന അന്യത്രസ്യാത് രതിഹി ക്വചിത്ത് എന്ന് പറയുന്നുണ്ട്. സർവവേദാന്ത സാരാണ് ഭാഗവതം എന്നാദ്യം പറഞ്ഞു വെച്ചു. എപ്പോഴാ പറഞ്ഞത്? അവസാനം പറഞ്ഞിട്ടോ. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായി. ഭാഗവതം ഇത് പറഞ്ഞു. അപ്പം അവരന്വേഷിക്കുകയാണ്, വേണമെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ കൃഷ്ണം പരം ധീമഹി എന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്താ കുഴപ്പം? അല്ലെങ്കിൽ വിഷ്ണു പരം ധീമഹി എന്ന് പറയായിരുന്നല്ലോ, പറഞ്ഞില്ല. സത്യം പരം ധീമഹി എന്നാ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പരമമായ സത്യത്തെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് ഇവിടെ. അതിന് അന്വയ വ്യതിരേക യുക്തി എന്ന് പറഞ്ഞിട്ടുള്ള യുക്തി കൊണ്ട് ജന്മാദ്യസ്യ യഥ എന്നതിനെ അവർ പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. അത് വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസൂത്രത്തിൻ്റെ ഗംഭീരമായിരിക്കുന്ന അധാതോ ബ്രഹ്മജിജ്ഞാസോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സൂത്രമാണ് എന്ത്? ജന്മാദി അസ്യ യഥ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സൂത്രം വരുന്നുണ്ട്, ശാസ്ത്രയോനിത്വാത് എന്ന് പറയുന്ന സൂത്രം അടുത്തായിട്ട് വരുന്നുണ്ട്. തത്വസമന്വയാത് അടുത്ത സൂത്രം. ഒറ്റ ശ്ലോകത്തിലാണ്, ആലോചിച്ച് നോക്കണം. ഉത്തരമീമാംസയിലെ 3 ശ്ലോകങ്ങൾ ഘടിപ്പിച്ചിട്ട് കളിച്ച കളിയാണ്. അതിനെ നമ്മൾ നമസ്കരിക്കുക എന്നുള്ള അല്ലാണ്ട് പിന്നെ ഇപ്പം എന്താ ഇപ്പം പറയാനുള്ള അതിനകത്ത്? അപ്പം അവരെന്താ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. അല്ലാതെ ഇതിപ്പോൾ പരത്തി പറഞ്ഞ് കുറേ വേദാന്തമൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്ക് അനുഭൂതി ഇല്ലാത്തതുകൊണ്ടാട്ടോ. ക്ഷമിക്കണം, കേൾക്കുന്നവർക്ക് അതുകൊണ്ട് അനുഭൂതി ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. പറയുന്ന നമ്മുടെ ഉള്ളിൽ അനുഭൂതി ഇല്ലാത്ത പറച്ചിലുകൾ എത്ര വികലവും വിരസവും വൈകൃതബോധത്തെ സൃഷ്ടിക്കുന്നതുമാണെന്നുള്ളത് സൃഷ്ടിച്ചിട്ടാണ് നമ്മൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ഇവർ പറഞ്ഞത് ഇതാണ്, ഭാഗവതത്തിൻ്റെ ഏത് കോണിലും നമ്മൾ അന്വേഷിക്കുമ്പം അവിടെ ഒക്കെ കാണുന്നത് സത്യം എന്ന പദം തന്നെയാണ്. സത്യം 2 തരത്തിലാണ് പറയുക. ഒന്ന് ആപേക്ഷിക സത്യം, രണ്ടാമത്തേത് എന്താണ്? പാരമാർത്ഥിക സത്യം. ഇതിൽ പാരമാർത്ഥിക സത്യത്തെയാണ് ഇവിടെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അതിനെയാണ് ഋതം എന്ന് പറഞ്ഞത്. ഉപനിഷത്തുകൾ നോക്കിയാൽ കാണാൻ പറ്റും. സത്യം വദിഷ്യാമി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും ഋതം വദിഷ്യാമി. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ്, ഋതം എന്ന് പറഞ്ഞാലും സത്യം തന്നെയാണ്. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞാൽ പോരെ, ഒന്ന് പറഞ്ഞാൽ പോരാ. കാരണം എന്താണ്? സത്യം എന്ന് പറയുന്നത് ആപേക്ഷിക സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യമാണ്. ഋതം എന്ന് പറഞ്ഞാലോ പാരമാർത്ഥിക സത്യമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുകളൊക്കെ പറയുക ഋതംഭര പ്രജ്ഞ. കൃഷ്ണാവതാരം എന്താന്നൊക്കെ ചോദിച്ചാൽ വല്ലഭാചാര്യ സ്വാമികളൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഋതംഭര പ്രജ്ഞ കൃഷ്ണാവതാരം. അത് പൂർണ്ണമാവുന്ന, അതുകൊണ്ട് അബ്സല്യൂട്ട് ട്രൂത്ത് എന്നൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ പറയും. ഒക്കെ ഒന്ന് തന്നെയാണ്, ഭാഷ ഇപ്പം മാറിയോണ്ട് ആശയം മാറുന്നില്ലല്ലോ. പിന്നെ ഒരു ഗമയ്ക്കൊക്കെ പറയാന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ. അപ്പം പാരമാർത്ഥിക സത്യത്തെ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ഈ ഒരു കാലത്തും മാറ്റമില്ലാത്ത ഒരു വസ്തുവേ ഉള്ളൂ. അതെന്താണ്? അത് ഗുരുവായൂരപ്പനാണ്. അത് മനസ്സിലാക്കിയ പിന്നെ വിഭ്രാന്തി തീർന്നു. ആ വിഭ്രാന്തി തീരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. അതിന് അതുകൊണ്ട് ഭട്ടതിരിപ്പാടൊക്കെ വളരെ ലളിതമായിട്ട് പറഞ്ഞില്ലേ, ദേശകാലാധി കേട്ടല്ലേ? അല്ല, നാരായണിയൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ അല്ലേ? അപ്പം നമ്മൾ ഈ ദേശകാലാവധിഭ്യാന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് സാധനം. ഇതന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ അവർ പറഞ്ഞു വെച്ചത്, ദേശകാലാപരിച്ഛിന്ന. അതന്നെയാണ് വേറെ കുറച്ച് ശാസ്ത്രം പഠിച്ചു എന്ന അഭിപ്രായമുള്ളവർ പറഞ്ഞു സ്പേസ് ടൈം കണ്ടിന്യൂം. ഓ, അത് കേട്ടപ്പോൾ വലിയ സന്തോഷം. അത് ഇറക്കടില്ല. മറ്റത് കേൾക്കുമ്പോൾ ഒരു അത്ര പോരാ അല്ലേ? അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു ഹിപ്പോക്രസിയാണ്. അപ്പം ഇവിടെ കാലത്തെയും ദേശത്തെയും ഒക്കെ അതിക്രമിച്ചു നിൽക്കുന്ന, അപ്പം നമുക്കറിയാലോ, അത് അത്ര വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ ശാശ്വതമായിട്ട് എന്താ ഉള്ളത്? നമ്മളാരും ശാശ്വതമല്ല എന്നുള്ള അറിവാണല്ലോ നമ്മളിവിടെ എത്തിച്ചത്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമോ? ഇത് വായിക്കുന്ന ആചാര്യന്മാരാരെങ്കിലും വരുമോ? ശാശ്വതന്മാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും വരുമൊന്നുമില്ല.
നമുക്ക് നല്ല ഭയമുണ്ട്, അതാ പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല. അത് സത്യമാണ് അല്ലേ? ആ പദം വരുന്നുണ്ടല്ലേ, അത് സത്യമാണ്. കാരണം എന്താ? ആ ഭയം ഇവിടെ ഉള്ളതാണ്, നമ്മളിവിടെ ഇല്ലാത്തതാണ്. അതാണ് അന്വയ വ്യതിരേക യുക്തി എന്ന് പറഞ്ഞത്. പല സിദ്ധാന്തങ്ങളുണ്ട് ഇതിനകത്ത്. ഭാഗവതം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നതാണ് ശരിയെന്ന് അങ്ങനെ വിചാരിച്ചു പോകുമ്പോഴാണ് അതല്ല, അതിനും മീതെ ചില അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാവുക. ഇപ്പം രാസക്രീഡയൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളാകെ കൺഫ്യൂസ്ഡായി പോകില്ലേ? എന്താണ് കാരണം? ഭഗവാൻ അപിതാരാത്രി ശരദോത്ഫുല്ല മല്ലിക വീക്ഷിരെന്തും മനഃചക്ര യോഗമായ മുപാശ്രിത എന്ന് പറയുമ്പം അത് മുഴുവൻ ആകെ കുഴപ്പമായിട്ടാണ് തോന്നുക. ഒരു രാത്രി ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പല രാത്രികളിൽ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ആത്മാരാമോ അപ്യരീരമതെന്ന് പറഞ്ഞിട്ട് യോഗമായേ ഭഗവാൻ ആശ്രയിച്ചു എന്ന് പറയുന്നുണ്ട്. ശരത്കാലത്ത് വിടരാത്ത മല്ലിക വിടർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിൻ്റെ കളി വേറെയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിനെ സമീപിക്കുമ്പം വളരെ ആ ഒരു ഗുരു കൃപയോടുകൂടി അങ്ങനെ സമീപിച്ചാലാണ് ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരിക. അതിനെന്ത് വേണം? നമ്മളെവിടെ ഇരിക്കണതെന്ന് ആദ്യം തിരിച്ചറിയണം. അതിനാണ് അവർ പറഞ്ഞത്, ഈ അന്വയ വ്യതിരേക യുക്തി കൊണ്ട് ജന്മാദ്യസ്യ യഥ എന്നതിനെ തിരിച്ചറിഞ്ഞിട്ട് ആ സത്യത്തെ ധ്യാനിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കൂ. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും നമ്മൾ ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? നേരം പോക്കിനല്ല കേട്ടോ, ഗൗരവമായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബാഹ്യമായിട്ടുള്ളതല്ല. കാരണം ഭാഗവതത്തിന് തന്നെ 3 ഭാഷകളാണ്. ഒന്ന് ലൗകിക ഭാഷ, അതെന്താണത്? സാധാരണഗതിയിൽ ബാഹ്യമായിട്ട് പറയുക. രണ്ടാമത്തത് പരമത ഭാഷ എന്നാ പറയുക. മാധവതീർത്ഥ സ്വാമിയൊക്കെ അങ്ങനെ വ്യാഖ്യാനിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഔപനിഷദിക പക്ഷത്തിലാണത്. അതെന്താ അത് സംഗതി? ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈശാവാസ്യമിതം സർവം അല്ലേ, അതെല്ലാവർക്കും അറിയാം. അത് ഭാഗവതത്തിൽ വന്നപ്പം ആത്മാവസ്യ ഇതം സർവം എന്ന് പറഞ്ഞു. അപ്പോൾ ഉപനിഷത്തിൻ്റെ ഭാഷ്യം ഭാഗവതം കണ്ടെടുത്ത് പറയുന്നുണ്ട്. അടുത്തെന്താണ്? സമാധി ഭാഷ. സമാധി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു പോലല്ല. പ്രപഞ്ചം എന്ന് പറയുന്നതും താനെന്ന് പറയുന്നതും രണ്ടിൻ്റെയും ഘടകങ്ങൾ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഈ പ്രപഞ്ചവും താനും രണ്ടായിട്ട് നിൽക്കേണ്ടതിന് പകരം ഒന്നായിട്ട് അങ്ങോട്ട് നിന്നാൽ പോരെ. അപ്പൊ തൻ്റെ ഈ ജൈവബോധത്തെ താൻ ത്യജിക്കുന്നതിനെയാണ് എന്ത് പറയുക? ധീ സമമാവുക. അതാണ് ആംഗലേയ ഭാഷക്കാരൊക്കെ പറയുക, ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദി കോൺഷ്യസ്നെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കും. അപ്പൊ ധീ സമമാകുന്ന അവസ്ഥ. അപ്പൊ നമുക്ക് ഭയമില്ല. മരണത്തെ അതിക്രമിക്കലാണത്. അല്ലാതെ ശരീരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം അവിടെ തീർന്നു എന്നല്ല, അതിനെ അതിജീവിച്ച് അനശ്വരമായ ഭാവത്തിലേക്കുള്ള പോക്കിനെയാണ് പറയുക. അതാണ് ഭാഗവതം പിന്നീട് ഇതിനെ ഇടയ്ക്കിടയ്ക്ക് പറയും, വദന്തി തത്വത്തവിദത്തസ്ത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. പലരും അന്വേഷിച്ചു പോയ ആളുകൾ എന്താ പറഞ്ഞത്? ഈ ഇതേ തത്വത്തെ, ഈ പരമമായ സത്യത്തെ ചിലരെന്ത് വിളിച്ചു? പരമാത്മാവ് എന്ന് പറഞ്ഞു. ചിലരെന്ത് പറഞ്ഞു? ഭഗവാൻ എന്ന് പറഞ്ഞു. ചിലര് ബ്രഹ്മം. ഏത് വേണമെങ്കിലും എടുത്തോളൂ. ഇനി ബ്രഹ്മം എന്ന് പറയണതാണ് കൂടുതൽ സന്തോഷം തരണത്, ആയിക്കോട്ടെ. പക്ഷെ തർക്കിക്കാൻ നിൽക്കരുത്, അത് അല്പത്തരായി പോകും. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ചില ആളുകൾ അങ്ങനെ പറയും, ഭാഗവതം കൊണ്ട് ഭക്തി ഉണ്ടാവുക, ജ്ഞാനം ഉണ്ടാവുക, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഗുരുവായൂരപ്പനിലേക്കുള്ള രാജപാതയായി ഇതിനെ കണക്കാക്കുന്നില്ലെങ്കിൽ ഇത് മുഴുവൻ കസർത്താവുന്ന മാത്രമല്ല, നമ്മൾ താഴേക്കല്ലേ പോവുക. നമ്മുടെ ഈ അഹങ്കാരം ഇല്ലാണ്ടാക്കാനായിട്ടുള്ള വ്യഗ്രത പൂണ്ട മഹർഷീശ്വരന്മാർ, അവരുടെ സൂക്ഷ്മ ദൃഷ്ടി എത്ര ശ്ലാഘനീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങളുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ വരൂ. നമ്മുടെ അവസ്ഥ ഏതാ? നേരത്തെ പറഞ്ഞില്ലേ, ആ ശ്ലോകത്തിൽ ഓരോ പദങ്ങളും അത്ര ആഴമുള്ളതാണ്. കാലത്തെ, ദേശത്തെ, സാക്ഷാത്കാരത്തെ ഒക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണില്ലേ, ജന്മാദ്യസ്യേതോന്മയാതിദരദച്ഛ അർദ്ധവേഷഭിജ്ഞസ്വരാട്, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ ആശയ ഗാംഭീര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് അത് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കണം. അതാ നേരത്തെ പറഞ്ഞത്,
സൃഷ്ടി, സ്തുതി, സംഹാരം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വസ്തു ഉണ്ടാക്കി അത് നിലനിന്നു നശിച്ചു എന്നുള്ളതല്ല അവരുദ്ദേശിക്കുക. പിന്നെന്താണ്? സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് എന്ന തോന്നലാണ്. സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നിലിരിക്കുന്നു എന്നുള്ളതാണ്. സംഹാരം എന്താണ്? എന്നെങ്കിലും ഒരിക്കലും ഞാൻ എന്നിൽ ലയിച്ച് ആ ദ്വന്ദ്വഭാവം ഇല്ലാണ്ടാവും. അപ്പൊ പിന്നെ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എങ്ങാനും നമുക്ക് കിട്ടിയാലുള്ള ഗുണം എന്താ അറിയോ? നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം. പ്രഭാഷണം അപ്പം നിൽക്കും. പിന്നെ നിങ്ങൾ നമ്മളെ സഹിക്കേണ്ടി വരില്ല. ഇതിപ്പോൾ അങ്ങനെയാണല്ലോ, പരസ്പരം നമ്മൾ ഒരാൾ പറയണു മറ്റേയാൾ കേൾക്കണം. എന്തുകൊണ്ടത്? എപ്പോഴെങ്കിലും ഈ ഭാഗവതം വായിക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആ ലയം കിട്ടിയാൽ, ഞാൻ എന്നിൽ അമർന്നില്ലാതായാൽ പിന്നെ മൗനായി. അതുകൊണ്ട് രമണ മഹർഷിയൊക്കെ അധികം മിണ്ടാറില്ല. കാരണം എന്താ? ലയിച്ചു പോയതാ. ദക്ഷിണാമൂർത്തി തീരെ മിണ്ടിയിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ആശയങ്ങൾ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് സത്യത്തിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. ഭാഷ അതിൻ്റെ കസർത്തുകൾ നിർത്തിയാൽ തന്നെ പകുതി സമാധാനവും. അതുകൊണ്ട് ഈ ഇന്നത്തെ ദിവസം കഴിയുന്നതിന് മുമ്പ് ഒരു ഉറച്ച തീരുമാനം എടുക്കുക. എന്താ അത്? സത്യം പരം ധീമഹി എന്നുള്ള ഈ സബ്ജക്റ്റ് കേട്ട് കഴിയുമ്പം നാളെ തൊട്ട് പരമാവധി മിണ്ടാതിരിക്കാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഒരു വീടിനൊക്കെ എന്ത് സമാധാനമാവും എന്നറിയാം. നമ്മൾ മിണ്ടാതിരുന്നാൽ തന്നെ കുറേയൊക്കെ സമാധാനമാവും, നമുക്കും സമാധാനമാവും. പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെ ഒട്ടും എളുപ്പമുള്ളൊരു പ്രോസസ്സല്ല മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. വളരെ വളരെ വ്രതങ്ങളിൽ ഏറ്റവും പ്രയാസമാണ്. അപ്പോൾ ഞാനുണ്ട് എന്ന തോന്നലാണ് സൃഷ്ടി. ഞാൻ എന്നിലിരിക്കുന്നു എന്നുള്ളത് സ്ഥിതിയാണ്. ഞാൻ എന്നിൽ ലയിക്കുന്നതാണ് സംഹാരം. അതാണ് ഈ ദേവി തത്വദീക്ഷകളൊക്കെ നമ്മൾ പറയുമ്പം ലളിതോപാഖ്യാനത്തിൽ ഒരു ഗംഭീരമായ ഭാഗമുണ്ട്. ഭണ്ഡാസുര വധോദ്യുക്തയായ ദേവിയെ പ്രത്യക്ഷീകരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ ലളിത മഹായാഗം ചെയ്തു. അങ്ങനെ മഹായാഗ ക്രമാരാധ്യ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ച സമയത്ത് ദേവി വന്നൊന്നുമില്ല. അത്ര എളുപ്പമല്ലല്ലോ. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവരുടെ ശരീരത്തിലെ മാംസം അരിഞ്ഞിട്ട് ഹോമകുണ്ടത്തിലിട്ടപ്പോഴാണ് ദേവി വന്നതെന്നൊക്കെയാണ് പറയുക. അപ്പം നമ്മൾ വിചാരിക്കും എന്തൊരു പ്രാകൃത പുസ്തകമാണിതല്ലേ. അതിനർത്ഥം എന്താണ്? എന്നെ ഞാൻ എപ്പോഴാണോ ചിതഗ്നികുണ്ഠ സംഭൂതയായ ചിത്താകുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ഞാൻ 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 എന്ന് പറയുന്ന ഈ സാധനത്തെ നശിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ എന്താ സുഖം? പിന്നെ പുറമില്ല. അതാണ് പണ്ട് ക്രിസോസ്റ്റം തിരുമേനി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വരുന്ന സമയത്ത് തിരുമേനി എപ്പോഴും ഒരു കുട്ടിത്തോർത്ത് കൊടുത്തൊക്കെയാണല്ലോ ഇവിടെ നിൽക്കുക. അപ്പോൾ അന്ന് ക്രിസോസ്റ്റം പറഞ്ഞു, തിരുമേനോട് പറഞ്ഞൊരു തമാശയുണ്ട്. അദ്ദേഹം വലിയ തമാശക്കാരനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ ഒരുപാട് മറക്കാനുണ്ട്, തിരുമേനിക്ക് തീരെ മറക്കാനില്ല. വല്ലാത്തൊരു പറച്ചിലാണതേ. എവിടെയൊക്കെ ചെന്ന് കൊള്ളുന്നറിയോ? അത് തിരുമേനി പറയണ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ വലിയ ഫിലോസഫിയാണ്, എളുപ്പമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചോളൂ എന്ന് അർത്ഥം എടുക്കണുള്ളൂ കേട്ടോ. അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ വ്യാഖ്യാനിച്ചോളൂ. അഹങ്കാരം ഇല്ലാതിരിക്കാൻ ശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ്. കാരണം നാഗാർജുനനെ പോലെ അല്ല അഭിനവഗുപ്ത പാദാചാര്യരെ പോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം കശ്മീര ശൈവിസമൊക്കെ വളരെ ഡെപ്തുള്ള മേഖലകളാണ്. അവർ പറഞ്ഞു പോയതൊക്കെ എന്താ അവരുടെയൊക്കെ കോൺസെപ്റ്റുകൾ. കല്ലടനും ക്ഷേമരാജനും വസുഗുപ്തനും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ദ്വൈതാദ്വൈത ഭാവത്തിനു മീതെയുള്ള ശിവാദ്വൈത ബോധമുണ്ട്. പക്ഷേ അത്ര വാളിൻ്റെ വായ്ത്തല പോലെ മൂർച്ചുള്ള ബുദ്ധി ഉണ്ടായിട്ടും ദേഹസ്ഥ ദേവതാ ചക്ര സ്തോത്രത്തിലേക്ക് വന്നപ്പം അഭിനവഗുപ്ത പാദാചാര്യർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ടാണ് ഭഗവതിയെ നമസ്കരിക്കുന്നത്. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു സപ്താഹത്തിന് അങ്ങനെ വരാവോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വാക്ക് ഹൃദയത്തിൽ വല്ലാണ്ട് കൊണ്ടു.
ഒരു സംഘാടകരാ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞു, കുറേ കാലമായിട്ട് സപ്താഹമൊക്കെ കേമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ മാത്രം കിട്ടുന്നില്ല. അത് നല്ലൊരു പറച്ചിലായിട്ട് തോന്നിയത്. സംഗതിയൊക്കെ ശരിയുണ്ട്, നല്ല കസർത്തും സാഖ്യയോഗവും ഒക്കെ ഗംഭീരാണ്. പക്ഷെ ആരെ മാത്രം കിട്ടില്ല? കിട്ടേണ്ട വസ്തുവിനെ കിട്ടുന്നില്ല. ഓട്ടൂരൊക്കെ കുറഞ്ഞ ആളുകളാണോ? അദ്ദേഹമൊക്കെ എത്ര ഓട്ടൂരിൻ്റെ ലേഖനങ്ങൾ വായിച്ചു നോക്കണം നമ്മൾ. അദ്ദേഹം തരംഗവാദത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എർവിൻ ഷൗഡിഞ്ചറുടെ ഒക്കെ വാദങ്ങളൊക്കെ ഓട്ടൂർ എഴുതി വെച്ചിരിക്കുന്ന ആ കൃഷഗാത്രനായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൽക്കട്ടയിൽ പോയിട്ട് ശാരദാദേവിയെ കാണുക. നടന്നില്ല. പക്ഷെ അദ്ദേഹം അമ്മയിൽ അഭയം പ്രാപിച്ചു. വളരെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു. എന്തൊരു അപാരമായ ഭക്തിയിൽ ആറാടി കുളിച്ചുപോയ ആ മഹാനുഭാവനായ ഓട്ടൂര്. പഴയ ഭാഗവതക്കാരൊക്കെ തമ്മിൽ ഇങ്ങനൊരു ഗുണമുണ്ടായിരുന്നു. ഭാഗവതന്മാർ കാണുന്നത് എങ്ങനെയാ? വിദുരോദ്ധവന്മാർ കണ്ടുമുട്ടിയതുപോലെയാ പണ്ട്. അങ്ങനെയാ. എന്ത് രസമുള്ളൊരു കാലമായിരുന്നു. കുറേ, എനിക്ക് തോന്നുന്നു ഒരു 2000-നൊക്കെ മുമ്പോടുകൂടി ആ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇത് പറയണത് ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ പുറത്തേക്ക് കഥയും കേൾക്കില്ലല്ലോ. കാരണം അമ്പലപ്പുഴയിലാണ് സത്യം പറഞ്ഞാൽ വള്ളിയൂർ തിരുമേനിയുടെ ഏറ്റവും കൂടുതൽ പ്രഭാവം കണ്ടിട്ടുള്ളതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗുരുനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പദാസ സ്വാമികളും വള്ളിയൂർ തിരുമേനിയും ഒരേ വേദിയിലിരുന്ന് എന്താ അതിൻ്റെ ഒരു സുഹൃതം! ആർക്കും ആരോടൊരു ഈഗോ ഇല്ല. ഒരാൾ പറയും, അടുത്ത ആൾ വായിക്കും, ഒരാൾ പറയും, അടുത്ത ആൾ വായിക്കും. ഒരു വിഷമമില്ല. പണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. പണ്ടൊരിക്കലും ഈ ആഞ്ഞം തിരുമേനി ഒരു സമയനിഷ്ഠക്കാരനായിരുന്നല്ലോ. അപ്പോൾ വള്ളിയൂർ തിരുമേനിയുടെ ഒരു സപ്താഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, തിരുമേനി പടപ്പ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യനായിരുന്നെങ്കിലും ശരിക്കും പറഞ്ഞാൽ ശങ്കാലിപുരം ദീക്ഷിതരാണ് അദ്ദേഹത്തിന് ഭാഗവത ഉപദേശം. തമിഴ് സമ്പ്രദായത്തിലാണ്. തട്ടുടുത്തേ ഭാഗവതം വായിക്കാവൂ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ നിഷ്ഠകളാണ്. അപ്പോൾ കുറച്ച് നീണ്ടുപോകും ചിലതൊക്കെ. അപ്പോൾ ആഞ്ഞം ഗുരുവായൂർ വൈകുന്നേരം കൃത്യം 6:15 വന്ന് നാമജപം തുടങ്ങാനുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ തിരുമേനി വ്യാഖ്യാനിച്ച് വന്നപ്പം കുറച്ച് സമയം അങ്ങോട്ട് കടന്നുപോയി. അപ്പോൾ ആഞ്ഞത്തിൻ്റെ മുഖം ഒന്ന് ഇരുണ്ടു. അപ്പോൾ തിരുമേനിക്കത് മനസ്സിലായി. അപ്പം വേഗം നിർത്തി പോവുകയും ചെയ്തു. അപ്പോൾ രാത്രിയിൽ തിരുമേനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. വള്ളിയൂർ തിരുമേനിക്ക് അയ്യോ, ആഞ്ഞത്തെ വിഷമിപ്പിച്ചല്ലോ ഞാൻ, നാളെ രാവിലെ തന്നെ ചെന്ന് ക്ഷമ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് രാവിലെ ആഞ്ഞത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തൊഴുത് തിരിഞ്ഞപ്പം ആഞ്ഞം ധൃതിപ്പെട്ട് നടന്നു വരിക. ആ സമയത്ത് അദ്ദേഹം സാധാരണ വരണമല്ല. അദ്ദേഹം ഓടി വന്നിട്ട് അദ്ദേഹം തിരുമേനിയെ നമസ്കരിച്ചു ഗുരുവായൂരമ്പലത്തിൻ്റെ വാതിൽക്കൽ വെച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, വള്ളിയൂരെ, എനിക്കൊരു തെറ്റുപറ്റി. ഗുരുവായൂരപ്പൻ എന്നെ സമ്മതിച്ചില്ലേ ഉറങ്ങാൻ. എന്തിനാണ് ആ പാവം വള്ളിയൂർ തിരുമേനിയുടെ മുന്നിൽ മുഖം കറുപ്പിച്ചത് ആഞ്ഞം എന്ന് ഗുരുവായൂരപ്പൻ ചോദിച്ചു. കഷ്ടം, ഞാൻ ഇത്ര ഒരു വല്ലാത്ത ഭാവം അങ്ങയോട് കാണിച്ചു എന്നുള്ളത് ശരിയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ വള്ളിയൂർ തിരുമേനി പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ആഞ്ഞം, എന്നോട് അങ്ങ് ക്ഷമിച്ചാട്ടെ. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ ഗുരുവായൂരമ്പലത്തിന് മുമ്പിൽ രണ്ടാളും ഒരാളെ നമസ്കരിക്കും. അപ്പം മറ്റേ ആൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് നമസ്കരിക്കും. ഇത് കാണുന്നവർ മുഴുവൻ വട്ടം കൂടി നമസ്കരിക്കും. ഇതാണ് ഭക്തി എന്ന് പറയുക. പണ്ട് വൈശ്രവണത്ത് തിരുമേനെ വള്ളിയൂർ തിരുമേനെ കാണുമ്പം, അല്ലെങ്കിൽ ഓട്ടൂരാൻ തോട്ടത്തെ കാണുമ്പോൾ പറയും, അങ്ങയുടെ ആ കൈ കൊണ്ടേ എൻ്റെ തലയിലൊന്ന് കൈവച്ചാട്ടെ എന്ന് ഏതെങ്കിലും ഒരു ഭാഗവതക്കാരങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ല, അങ്ങനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് പറയണം. ഇതൊക്കെ ചിലപ്പോൾ ഇത് തെറ്റാണെങ്കിലും ക്ഷമിച്ചോളൂണ്ട്. പണ്ട് അങ്ങനെയായിരുന്നു. അതാണ് പറഞ്ഞത്, സവാസുദേവാനുചരം പ്രശാന്തം ബൃഹസ്പതേ പ്രാക്തനയം പ്രതീതം ആലിംഗ്യഗാഢം പ്രണയേന ഭദ്ര. എന്തൊരു രസമാണത്. പരമഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ അതാണ് സത്യം. അതിൽ കവിഞ്ഞ എന്താ സത്യമുള്ളത്? വേറെ എന്തിനാ ധ്യാനിക്കാനുള്ളത്? നമ്മൾ ആ ഭഗവാന്റെ ആ ഒരു അസാമാന്യമായിരിക്കുന്ന ആ പ്രേമത്തിൽ അങ്ങോട്ട് അലിയുക എന്നുള്ളതാണ്. വേറൊന്നും ഇവിടെ പറയാനില്ല കേട്ടോ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ വിഷയമൊന്നും പറയാൻ ഞാൻ ആളല്ല. വള്ളിയൂർ ഇല്ലത്ത് വന്നിരുന്നാൽ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെ പറയാൻ നാവ് വഴങ്ങുന്നുള്ളൂ. അതൊരു തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ഈ സത്യം പരം ധീമഹിയൊന്നും നമുക്ക് പറ്റിയ സബ്ജക്റ്റൊന്നുമല്ല. അതൊന്നും നമുക്ക് അറിയില്ല. കാരണം എന്താണ്, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ ഉണ്ടാവൂ? പിന്നെ നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഒരു വേഷം കെട്ടൽ പ്രോഗ്രാമാണ്. അപ്പം വേഷം കെട്ടുന്നതിന് പിന്നിലൊരു ഗുണമുണ്ട്. എന്താ? ഇല്ലം വരെ ഒന്ന് വരാം, ഇവിടെ കുറച്ച് നേരം ഇരിക്കാം, ഇവിടെ നമസ്കരിക്കാം. അതിൽ പല ഒരു സുഹൃത്ത് എന്താ ഉള്ളത്? കാരണം ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? നമ്മൾ ആ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. നമ്മൾ ഓരോ പ്രാർത്ഥന ചെയ്യുമ്പോഴും എന്ത് ചെയ്താൽ മതി? ഭഗവാനെ, ഗുരുവായൂരപ്പ അവിടുന്ന് സന്തോഷിക്കണേ എന്നങ്ങൾ പറഞ്ഞാൽ മതി. അഹങ്കാരമില്ലാണ്ട് ഇരിക്കണേ, അവിടുന്ന് സന്തോഷിക്കണേന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയേ. അതിൽ കവിഞ്ഞൊരു പ്രാർത്ഥന ലോകത്തുണ്ടോ? കാരണം 2011 ഫെബ്രുവരി മാസത്തിൽ ഒരിക്കൽ തിരുമേനി ഇവിടെ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് ജിഷ്ണു വന്ന് പറയണത്, മുത്തച്ഛന് ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം നൽകുന്നുണ്ടെന്ന്. അപ്പം അന്ന് അദ്ദേഹത്തിന് വയ്യായിയാണ്, പോവാറാവൂന്ന് അറിയില്ല. ഗുരുവായൂരപ്പൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. മാർച്ച് 8-നാണ് മള്ളിയൂർ തിരുമേനി അവസാനം ഗുരുവായൂർ അമ്പലത്തിൽ പോയത്. പിന്നെ പോയിട്ടില്ല. ആ മാർച്ച് 8-ന് ആ മള്ളിയൂർ തിരുമേനി ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നപ്പോൾ അസാമാന്യമായ പുരുഷാരവും അസാമാന്യമായ സ്വീകരണവും. ഗുരുവായൂരപ്പൻ റെഡ് കാർപ്പറ്റ് വെൽക്കം എന്ന് പറയണ മാതിരി തിരുമേനിയെ അങ്ങോട്ട് ആനയും അമ്പാരിയും കൊണ്ടങ്ങോട്ട് സ്വീകരിച്ചു. തിരുമേനിയുടെ ഹൃദയത്തിൽ അന്ന് കടന്നുപോയൊരു രംഗമുണ്ട്. നമ്മൾ ഈ കാണുന്ന മള്ളിയൂരല്ലല്ലോ, പഴയ മള്ളിയൂര്. ദാരിദ്ര്യത്തിൻ്റെ പടുകോട്ടയായിരുന്നു ഇത്. ആ കാലത്തെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടാവും. ആഹാരം വരെ നേരം നോക്കി കഴിച്ചിരുന്നൊരു കാലത്ത്. തിരുമേനിയുടെ പഴയ പേര് കുഞ്ഞുണ്ണി എന്നാണ് വിളിക്കുക. പഴയ കാലത്തെ പേര്. ഒരു ദണ്ണക്കാരനായിരുന്നു. വയറിന് വേദന വന്നിട്ട് കലശലായി തിരുവനന്തപുരത്ത് പണ്ട് പഠിക്കാൻ പോയതാണ്. അവിടുന്ന് പഠിക്കാൻ പറ്റാണ്ട് തിരിച്ചു പോന്നു. പിന്നെ കോഴിക്കോട് പോയി, കൈതക്കോട്ടയിൽ പോയി പഠിക്കാൻ നോക്കി. അവിടുന്നും ശരിയാവാണ്ട് തിരിച്ചു വന്നു. അവസാനം ദാ ഈ ഇല്ലത്ത് വന്ന് കയറുമ്പം തിരുമേനിയുടെ അമ്മ അവശ നിലയിലായ തിരുമേനോട് പറയുന്നുണ്ട്, പോയിട്ട് ശരിയായില്ലല്ലേ. അപ്പം തിരുമേനി പറയുന്നൊരു വാക്കുണ്ട്, അമ്മ, ഞാനൊരു ദണ്ണക്കാരനല്ലേ, എൻ്റെ ജീവിതം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, ഇനി എനിക്ക് ഒന്നിനും ആവില്ല. എത്രയോ വൈദ്യന്മാരെ ഞാൻ കണ്ടില്ലേ, എത്രയോ ചികിത്സ ചെയ്തില്ലേ. അപ്പം അമ്മയാണ് പറയണത്, കുഞ്ഞുണ്ണി, നീ ഗുരുവായൂർക്ക് പുറപ്പെട്ടോളൂ. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കുറച്ച് നെല്ലേ ഉള്ളൂ, പൈസയൊന്നും തരാനില്ല. അമ്മ കാൽപ്പെട്ടിക്കകത്ത് ഒന്നിനും എടുക്കാണ്ട് ഒരു എമർജൻസി വന്നാൽ സൂക്ഷിച്ച പോലെ സൂക്ഷിച്ച് വെച്ചിരുന്ന 1 രൂപ നാണയെടുത്ത് തിരുമേനിയുടെ കയ്യിൽ കൊടുത്തു. പഴയ 1 ഉറുപ്പ്യേ. അതും കൊണ്ട് ഇവിടുന്ന് നടക്കുക ചെയ്തത്. ഇവിടുന്ന് നടന്ന് അമ്മാത്ത് പോയിട്ട് ആലോചിച്ച് നോക്കണം, മൂവാറ്റുപുഴ വരെ നമ്മുടെ ദാഹി നിൽക്കണ തിരുമേനി നടന്നു 16-ാമത്തെ വയസ്സിൽ. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. കേരളത്തിലുള്ള നമുക്കൊരു കുഴപ്പം എന്താ അറിയോ? ഭക്തന്മാരുടെ കഥകൾ പറയില്ല, നമ്മൾ കേൾക്കില്ല, നമ്മൾ അതിനെ അംഗീകരിക്കില്ല, നമ്മൾ അതിൻ്റെ കുറവ് നമുക്കുണ്ട്. തിരുമേനി നടന്നു. അവസാനം അവിടെ ചെന്ന് അമ്മാവനെ കണ്ടു. അവിടുന്ന് 2 ഉറുപ്പ്യ കിട്ടി. അവിടുന്ന് പെരുമ്പാവൂരേക്ക് ഒരു ചെറിയ ബസ് യാത്ര നടത്തി. പിന്നെ നമ്മളറിയോ, ആദ്യമായിട്ട് ഗുരുവായൂർ പോയതാ. ആ ദണ്ണക്കാരനായ തിരുമേനി ആ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം അങ്കമാലി എത്തിയിട്ട് അദ്ദേഹം നടന്നു. പെരുമ്പാവൂരിൽ നിന്ന് അദ്ദേഹം നടന്നു. എങ്ങനെയാ നടന്നറിയോ? റെയിൽപാളത്ത് കൂടെ നടന്നു. അന്നൊരു ഉത്രാടം നാളാണ്. റെയിൽപാളത്ത് കൂടെ നടന്ന വഴി തെറ്റില്ല എന്നറിയാം. അങ്ങനെ നടന്ന് അങ്കമാലി വിജനമായ റെയിൽവേ സ്റ്റേഷൻ്റെ ആ മുൻകുടുമക്കാരൻ, മലയാള ബ്രാഹ്മണരുടെ പ്രത്യേകത മുൻകുടുമ, ആ കുടുമയും ധരിച്ച് ശരീരം മുഴുവനും കീറി പിഞ്ചിപ്പോയ ഏതാനും വസ്ത്രവും ചുറ്റിക്കെട്ടി ഒരു ചെറുപ്പക്കാരൻ. ഉത്രാടത്തിൻ്റെ അന്ന് അങ്ങനെ നമ്പൂരാർ പുറത്തിറങ്ങണമല്ല. അപ്പം ആളുകൾ വിചാരിച്ചു വീട് വിട്ട് അടി ഉണ്ടാക്കിയിട്ടൊക്കെ പോന്നാവെന്ന് വിചാരിച്ചു. ചിലർ വന്ന് ചോദിച്ചു, കുട്ടി, എന്താ ഈ ഉച്ചവേലത്ത് ഇവിടെ ഇരിക്കണേ? അപ്പം പറഞ്ഞു, ഗുരുവായൂർക്ക് പോവാ പറഞ്ഞു. അപ്പം ആരും ഒന്നും മിണ്ടിയില്ല. അവിടുന്ന് ട്രെയിൻ കയറി. എന്താണെന്നറിയോ? പൈസ കയ്യിലില്ല.
അപ്പൊ നിറംകൈത കോട്ടയിലെ പഴയ ക്രോധമംഗലത്തെ അപ്പനാണ് അവിടെ പൂജിക്കണേ. അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. ഗുരുവായൂർ 12 ദിവസം ഭജന ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ട കയ്യിൽ. വള്ളിക്കുന്നത്ത് ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് വേച്ച് നടന്നല്ല, ബോധം കെട്ട് ആ അപ്പൻ്റെ മടിയിലേക്ക് വീഴുക ചെയ്തത്. 2 മാസം വേണ്ടി വന്നു ആ വേദന മാറാൻ. ആലോചിച്ച് നോക്കണം. അപ്പം അന്ന് നടത്തിയ യാത്രയുടെ തീക്ഷ്ണത. ഒരു അനാഥനെ പോലെ, ആർത്തനെ പോലെ കരഞ്ഞും നിലവിളിച്ചും തിരുമേനി നടന്നു പോയതാണ്. ആദ്യമായിട്ട് 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് ആ തിരുമേനി നടന്നു വന്നത് അവസാനത്തെ ദർശനത്തിൽ തിരുമേനിയുടെ മനസ്സിലെ ഓർമ്മകൾ കൊടുത്തിട്ടുണ്ടാവില്ലേ? അവസാനം അങ്ങനെ പോയ തിരുമേനിയെ ഗുരുവായൂരപ്പൻ ആനയും അമ്പാരിയും വെച്ച് സ്വീകരിച്ചു. അനാഥനായി വന്ന ആള് ഗുരുവായൂരപ്പൻ്റെ മടിയിൽ സനാഥനായി ഗുരുവായൂരപ്പൻ അങ്ങോട്ട് സ്വീകരിച്ചു. അതാണ് സത്യം. ആ സത്യത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോളൂ. ആശ്രയിച്ചാൽ, ഭാഗവതത്തെ ആശ്രയിച്ചാൽ ഉറപ്പാണ്, നമ്മൾ ഭാഗവതത്തെ വിട്ടാലും അത് നമ്മളെ വിടില്ല. ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് വിടാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എന്തു വേണം? ആ പരമമായ സത്യം അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന ഹൃദയപൂർവ്വമുള്ള ഉറപ്പിലേക്ക് നമ്മൾ വന്നാൽ മതി. എനിക്ക് ഈ പള്ളിയൂർ തിരുമേനിയുടെ കാര്യം ആലോചിക്കുമ്പം ഗുരുവായൂർ പണ്ടൊരു പ്രാരബ്ധക്കാരൻ്റെ ഒരു കഥ ഉണ്ട്. അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക. പണ്ടൊരു ഗുരുവായൂരമ്പലത്തിനടുത്തൊരു പ്രാരബ്ധക്കാരനുണ്ടായിരുന്നു. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പള്ളിയൂർ തിരുമേനിയുടെ മാതിരി തന്നെയാണ്. ഇവിടെ തിരുമേനി പണ്ട് അമ്പലപ്പുഴയിൽ സപ്താഹത്തിന് പോയിട്ട് കാലൊടിഞ്ഞൊരു കഥ ഉണ്ട്. കാല് വട്ടം ഒടിഞ്ഞു പോയി, ചെളിയിൽ പൂണ്ടിട്ട്. ഭാരത് ഹോസ്പിറ്റലും വിശ്വനാഥ സാറൊക്കെയാണ് അന്ന് ചികിത്സിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ. അന്ന് ദുരന്തങ്ങളുടെ പെരുമഴയായിരുന്നു. ഈ അടുത്തുള്ളൊരു കുര്യൻ ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുണ്ട്. അവരെപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവരൊക്കെ അന്ന് ഇവിടെ കണ്ണീരോടുകൂടി ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് സഹായിച്ച എത്രയോ പേര് ഇതിന് ചുറ്റുപാടുമുണ്ട്. എനിക്കൊന്നും ഞാൻ പോണില്ല. അപ്പം അതുപോലത്തെ ഒരു പ്രാരബ്ധക്കാരനായിരുന്നു ഈ ഗുരുവായൂരമ്പലത്തിനടുത്തുള്ള ഒരു സാധു മനുഷ്യൻ. അപ്പം അദ്ദേഹം ഒരിക്കൽ ചെറുപ്പത്തിൽ ഗുരുവായൂരമ്പലത്തിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുമ്പം 2 ബ്രാഹ്മണന്മാർ വന്നിട്ട് ഇങ്ങനെ പറയുക, ഈ ഗുരുവായൂരപ്പൻ്റെ പരിപൂർണമായ സ്വരൂപം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ല കേട്ടോ, അത് ബദ്രിനാഥിന് പോകണം. കാരണം ഉദ്ധവൻ കൊണ്ട് പ്രതിഷ്ഠിച്ച അവിടെയാണല്ലോ. അപ്പോൾ അവിടെ പോകണം, അവിടെ ചെന്നാലാണ് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായ ദർശനം ഉണ്ടാവുക എന്ന്. ആ പറച്ചിൽ എന്താണെന്നറിയില്ല, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി. ഗുരുവായൂരപ്പനെ പൂർണ്ണ ദർശനം കിട്ടണമെങ്കിൽ ബദ്രിനാഥിന് പോകണം. അപ്പം അദ്ദേഹം ആ സമയം തൊട്ട് ചെറിയ ചെറിയ പൈസ കൂട്ടി വയ്ക്കാൻ തുടങ്ങി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പ്രാരബ്ധക്കാരനല്ലേ, കുട്ടികൾക്ക് അസുഖം വരും, പിന്നെ അതെടുക്കും. അങ്ങനെ വർഷങ്ങൾ കടന്ന് പോയി. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പറ്റണില്ല. ചെറിയ ചില്ലറ പൈസയൊക്കെ കൂട്ടി വയ്ക്കും. അപ്പം ഭാര്യയ്ക്ക് അസുഖം വരും. അവസാനം കുട്ടികളുടെ കല്യാണം വന്നു. അങ്ങനെ തെന്നി അവസാനം ഈ മനുഷ്യൻ 80 വയസ്സായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധത്തിൻ്റെ ശക്തി കൊണ്ട് ആടിയൊലഞ്ഞൊരു പാഴ്മരം പോലെയായിപ്പോയി ആ മനുഷ്യൻ. അവസാനം അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം ഒരു അഗ്നി പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ നോക്കിക്കൊള്ളണം. ഇതൊരു റിയൽ കഥയുണ്ടോ, 40 കാലഘട്ടത്തിൽ ഉണ്ടായൊരു കഥയാണ്. അമ്മയെ നോക്കിക്കൊള്ളണം, ഞാൻ പുറപ്പെടുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങടെ പോണേ? അല്ല നിങ്ങൾക്കറിയില്ല എൻ്റെ ആഗ്രഹം. അല്ല അച്ഛാ, അതിന് കാശ് വേണ്ടേ? അപ്പം അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇനി എന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ഞാനൊരു പാഴ്മരമായിരിക്കുന്നു, ഞാൻ ഇവിടുന്ന് നടക്കാൻ പോവാണ്. അങ്ങ് എന്ത് ഭ്രാന്താണ് ഈ പറയണേ? ബദ്രിനാഥ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അങ്ങനെ അറിയാത്തോണ്ടാ? എനിക്കറിയാം, ഞാനതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ നടക്കാം, എന്നെങ്കിലും എത്തുമായിരിക്കാം. ഇനി എൻ്റെ മരണം വഴിയിൽ വെച്ച് നടക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ മരിച്ചു പോക്കോട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് വിഷമമുണ്ടോ? അദ്ദേഹം
ഒരു തൊഴിൽ സഞ്ചിയായിട്ട് നടക്കാൻ തുടങ്ങി. കൂടുതൽ സംഭാരങ്ങളൊന്നുമില്ല. വെളുപ്പാങ്കാലത്ത് കുറേശ്ശെ നടക്കും, പിന്നെ എവിടെയെങ്കിലും വെയിലാകുമ്പോൾ ഇരിക്കും. അപ്പം ആരെങ്കിലും ചോദിക്കും എവിടേക്കാണ് പോണേ, അപ്പം കാര്യം പറയും. ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ അത് കഴിക്കും, വൈകുന്നേരത്തേക്ക് സൂക്ഷിക്കില്ല. അങ്ങനെ വീണ്ടും നടക്കും. 3.5 കൊല്ലെടുത്ത് അദ്ദേഹം ഡൽഹി പാസ് ചെയ്തു. ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം എടുത്തു. അദ്ദേഹം ഹരിദ്വാറിൻ്റെ പ്രാന്തവും ഒക്കെ കടന്ന് പിടിച്ച് അദ്ദേഹം പാണ്ഡുകേശ്വരം എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. അഹോ നാരായണ, ഗുരുവായൂരപ്പനെ കാണാനുള്ള സത്യസാക്ഷാത്കാരത്തിൻ്റെ അഗ്നിനാളം പോലൊരു മനുഷ്യൻ ഭാരതം ക്രോസ് ചെയ്തൊരു കാറ്റ് പോലെ ബദ്രിനാഥനെ തേടിപ്പോയ കാര്യമാണ്. ആ പാണ്ഡുകേശ്വരത്ത് ചെന്നു. അപ്പോഴേക്കും കത്തി പോലെ മൂർച്ചുള്ള കാറ്റും മഞ്ഞുകണങ്ങളും ആലിപ്പഴം വീഴ്ചയൊക്കെ കൊണ്ട് അന്തരീക്ഷം മുഴുവനും അപകടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തോട്. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ഭാഷയൊക്കെ വശമുണ്ട്. ഒരു നദി പോലെ കടന്നു വന്നിരിക്കുകയല്ലേ ഭാരതം ക്രോസ് ചെയ്തുകൊണ്ട്. ഗഡ്വാളി ഭാഷയൊക്കെ അറിയാൻ ചെറുതായിട്ട്. അപ്പം ചിലർ ചോദിച്ചു എവിടേക്കാണ് പോണേ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബദ്രിനാഥിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം പലരും പറയുന്നുണ്ട് അരുത്, ഇപ്പം പോവരുതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അതൊന്നും വകവെച്ചില്ല. ഇനി 2 കുന്ന് കഴിഞ്ഞാൽ ബദ്രിനാഥ ക്ഷേത്രമായി എന്നുള്ള ആ ബോധം അദ്ദേഹത്തിൻ്റെ ഊർജത്തെ ഇരട്ടിയാക്കി. പലരുടെയും വിലക്ക് ഒന്നും ഗണിക്കാണ്ട് അദ്ദേഹം ആ ഒരു മഞ്ഞുകുന്ന് കയറാൻ തുടങ്ങിയപ്പം ബലിഷ്ഠകായനായൊരു മനുഷ്യൻ പതുക്കെ ഇറങ്ങി വന്നു. അദ്ദേഹം മലയാളത്തിലാണ് ചോദിച്ചത്, തിരുമേനി എന്താ ഈ കാണിക്കണേ, താഴേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അങ്ങ് മലയാളം പറയണോ, എത്ര കാലമായി ഞാൻ മലയാളം കേട്ടിട്ട്. അപ്പൊ ചോദിച്ചു അങ്ങ് എന്താ കാണിക്കണ. അല്ല ഞാൻ ബദ്രിനാഥനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു അങ്ങ് ഇപ്പൊ തൽക്കാലം താഴേക്ക് നിൽക്കൂ, ഞാൻ പറയാം, കാര്യം പറയാം. അദ്ദേഹത്തോട് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഞാനിങ്ങനെ 3.5-4 കൊല്ലമായിട്ട് നടന്നു വന്നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അന്തം വിട്ടുപോയി. അദ്ദേഹം തിരുമേനിയോട് കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, ബദ്രിനാഥ ക്ഷേത്രം അടച്ചുപോയി. അപ്പം അദ്ദേഹം പറഞ്ഞു അതിനെന്താ കുഴപ്പം, ഞാൻ രാവിലെ തൊഴുതോളാം. അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലേ, ബദ്രിനാഥ ക്ഷേത്രം 6 മാസത്തേക്ക് അടച്ചു. ഇനി അടുത്ത 6 മാസം കഴിഞ്ഞാലേ തുറക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തൊരു ഭ്രാന്ത് പോലെ തോന്നി. അദ്ദേഹം പറഞ്ഞു അങ്ങ് എന്താ ഈ പറയണേ, ഞാൻ ഭഗവാനെ കാണാൻ ഇത്ര കാലം താണ്ടി വന്നിട്ട് ഇനി 6 മാസം ഞാൻ ജീവിച്ചിരിക്കില്ല, ഉറപ്പാണ് എനിക്ക്. അല്ല അതൊക്കെ പറയാൻ അങ്ങ് ആരാ? അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ റാവൽജിയാണ്, ഞാൻ ഇവിടുത്തെ പൂജാരിയാണ്, ഞാനിത് അടച്ചിട്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങ് വിചാരിച്ചാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആ നടയൊന്ന് തുറക്കാൻ പറ്റില്ലേ, എന്നിട്ട് അടച്ചോളൂ. അദ്ദേഹം പറഞ്ഞത് പറ്റില്ല തിരുമേനി, കാരണം 6 മാസത്തേക്ക് കെടാത്ത വിളക്കുകളൊക്കെ അതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുക. അധികാരികളൊക്കെ വന്ന് പൂട്ടി, ഇനി മഞ്ഞാണ് അവിടെ, പോകാൻ പറ്റില്ല. അദ്ദേഹം ഇതൊന്നും വകവയ്ക്കണില്ല. അദ്ദേഹം പറഞ്ഞു മഞ്ഞുകാറ്റ് വരുന്നു, മഞ്ഞ് പൊഴിയാണ്, അങ്ങക്ക് പറ്റിയ സ്ഥലമല്ല, വളരെ അപകടമാണ്, അങ്ങ് താഴേക്ക് ഇറങ്ങൂ. അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം വിചാരിച്ചു താഴെ പോയിട്ട് ആളെ കൂട്ടിക്കൊണ്ട് വരാം. റാവൽജി വിചാരിച്ചു അദ്ദേഹത്തെ എങ്ങനെങ്കിലും പിടിച്ചു മാറ്റണം, അല്ലെങ്കിൽ മരണമാണ് ഫലം. കത്തി പോലെ മൂർച്ചയുള്ളൊരു കാറ്റ് ചുഴന്നു വന്നു, ഏതോ മഞ്ഞുകട്ടയിൽ തട്ടി. മഞ്ഞ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് കയറാൻ പോയ നമ്മുടെ പ്രാരബ്ധകാരൻ തിരുമേനിയുടെ ചുമലിൽ വന്നൊരു മഞ്ഞുകട്ട ഇടിച്ച് അദ്ദേഹം തീർച്ചെവിടെയോ ചെന്ന് വീണു. തിരുമേനി വന്ന് തലങ്ങും വിലങ്ങൊക്കെ നോക്കി, റാവൽജി കണ്ടില്ല, ആളെ കണ്ടില്ല. എവിടെങ്കിലും പോയി ഉണ്ടാവുമെന്ന് വിചാരിച്ച് അദ്ദേഹം നിരാശനായിട്ട് താഴേക്ക് പോയി. പിന്നെ തിരുമേനി ബോധം തെളിയണത് ഏതോ ഒരാൾ വെള്ളം കുടഞ്ഞപ്പോഴാണ്. മഞ്ഞിൽ നിന്ന് വേർപെട്ട് മണ്ണിൽ പച്ചപ്പടർപ്പിലിടയിൽ തിരുമേനി കിടക്കുക. അപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, ഒരു 10-16 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടിയുടെ കൂടെ കുറേ പശുക്കളുണ്ട്, അവൻ്റെ കയ്യിലൊരു വടിയുണ്ട്. അവൻ വെള്ളം തളിച്ചു. അത് ചോദിച്ചു തിരുമേനി എന്താ ഇവിടെ കിടക്കണേ? അപ്പം അദ്ദേഹം കാര്യം പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടായത്. ആഹാ അങ്ങ് എന്താ ഈ പറയണേ, അമ്പലം അടച്ചു പോയില്ലേ, വരൂ വരൂ, അങ്ങ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാനിവിടെ കാലി മേച്ച് നടക്കുന്ന ഒരാളാണേ. അപ്പം ഈ കുട്ടി മലയാളം പറയണേ. അത് തിരുമേനി പക്ഷെ ചോദിക്കാനുള്ള ബോധ ആ സമയത്ത് ഉണ്ടായില്ല. ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി അവിടെ ഇരുത്തി, എന്നിട്ട് ഓരോന്ന് ചോദിക്കുക അങ്ങ് എങ്ങനെയാ വന്നത്,
അപ്പോൾ അദ്ദേഹം പറയും, ഞങ്ങളുടെ അവിടെ ഗുരുവായൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓഹോ, പറയൂ പറയൂ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ ഗുരുവായൂരിനെ പറ്റി പറയും. അവിടെ ഗുരുവായൂരപ്പനുണ്ട്, പറയൂ പറയൂ, ഗുരുവായൂരപ്പനെ കുറിച്ച് കേൾക്കട്ടെ. അങ്ങനെ മഞ്ജുളയുടെ കഥയും ചേലപ്പറമ്പൻ്റെ കഥയും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കുട്ടി ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക. മനോഹരമായിരിക്കുന്ന ഹിമാലയത്തിൻ്റെ പ്രാന്തങ്ങളിൽ, നേപ്പാൾ കുന്നുകളിൽ നിലാവ് വിടരുകയും സൗഗന്ധികങ്ങൾ വന്നു പോവുകയും ചെയ്ത ആ രാത്രിയിൽ എല്ലാം നിശ്ചലമായി, മഞ്ഞുകാറ്റ് പോലും ഉറഞ്ഞു പോയ ആ യാമങ്ങളിൽ ഈ കുട്ടിയുടെ മുമ്പിലിരുന്ന് വൈഭവത്തോടു കൂടി പല ഗുരുവായൂരപ്പൻ്റെ വൈശിഷ്ട്യങ്ങളും പറഞ്ഞ് പോയപ്പോൾ കുട്ടി പറഞ്ഞു, നിക്ക് 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 നിക്ക്, അങ്ങക്ക് എന്തൊരു ശക്തിയാണ് ഈ കഥ പറയാൻ, എനിക്ക് കേട്ടിട്ട് മതിയാവണില്ല കേട്ടോ. ഞാൻ എന്തൊരു കുട്ടിയാണ്, അങ്ങ് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചില്ലല്ലോ, നിർത്തൂ, ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് മതി വർത്താനം. അതെ, എൻ്റെ കയ്യിൽ കുറച്ച് അരിയുണ്ട്, ഒരു കലയുള്ളൂ, ഞങ്ങളൊക്കെ അങ്ങനെയാ, ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ലല്ലോ, പിന്നെ അങ്ങ് കുടിച്ചോളൂ, ഞാൻ കഞ്ഞി ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് ഞാൻ കുടിച്ചോളാം, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ തൊട്ട് കഴിച്ചു അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളില്ലാത്ത ആളാണ് ഞാൻ, അങ്ങ് കഴിച്ചോളൂ പറഞ്ഞിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. ആ തീയൊക്കെ വന്നപ്പോൾ തിരുമേനിക്ക് കുറച്ച് ആശ്വാസമായി, കമ്പിളിയുടെ അടുക്കുകളൊക്കെ കൊടുത്തു. അങ്ങനെ ഈ തിരുമേനി കഞ്ഞി ആർത്തിയോടുകൂടി അങ്ങനെ കുടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, അങ്ങ് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കണം കേട്ടോ, കുറേ ആയില്ലേ അങ്ങ് നടക്കണു, മാത്രമല്ല എത്ര സംസാരിച്ചു അങ്ങ്, അഹോ അങ്ങ് കുറച്ച് കിടക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മടിയിലേക്ക് ആ പ്രാരബ്ധക്കാരനെ അങ്ങനെ കിടത്തി. അപ്പം അദ്ദേഹം ഇങ്ങനെ കാണുന്നുണ്ട്, പശുക്കളൊക്കെ ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് പ്രതിമകളെ പോലെ. കുറച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കമ്പ് ചുണ്ടോട് ചേർത്ത പോലൊരു തോന്നൽ, എവിടെ നിന്നോ ഒരു നാദം, ഒരോടക്കുഴൽ നാദം അങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നി. പക്ഷെ അദ്ദേഹം ഉറങ്ങിപ്പോയി, ഉറക്കത്തിൻ്റെ തീവ്രതയിൽ അദ്ദേഹം ലയിച്ചു. പിന്നെ അദ്ദേഹം എഴുന്നേക്കണത് എപ്പോഴാ? രാവിലെ വെള്ളം തളിച്ചു. ഈ കുട്ടി തന്നെയാണ്, ഹേ തിരുമേനി എന്തൊരു ഉറക്കായി ഉറങ്ങണേ, അങ്ങേ പോലൊരു ഭാഗ്യവാൻ ഈ ലോകത്തുണ്ടോ, അങ്ങ് എഴുന്നേക്കൂ. അപ്പൊ അദ്ദേഹം ചാടി എഴുന്നേറ്റു. എന്തേ? ധൈര്യമായിട്ട് അങ്ങ് നടന്നോളൂ, അങ്ങ് ആഗ്രഹിച്ച പോലെ തന്നെ ദാ ഈ പ്രഭാതത്തിൽ ബദ്രിനാഥ ക്ഷേത്രം അങ്ങയ്ക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. തിരുമേനി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. അഴിഞ്ഞുപോയി ഉത്തരീയം കണ്ടില്ല, മുണ്ടൊക്കെ എങ്ങനെയൊക്കെയോ വലിച്ചു മുറുക്കി, കുട്ടിയോടൊരു അക്ഷരം പോലും വേണ്ടില്ല. അമ്പലത്തിലൊന്ന് ആ ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി. ആ ബോധത്തിൽ ആ മഞ്ഞുകുന്നും കടന്ന് അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പം അദ്ദേഹം സ്തംഭിച്ചു പോയി. എന്തൊരു അലങ്കാരങ്ങളാണ്, ഇതുപോലെ പൂക്കളും പരവതാനികളും ഒക്കെ ഒരുക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ബദ്രിനാഥനോട്, എന്തിനാണ് കുറച്ച് നേരത്തേക്ക് ഇത് തുറക്കണതിന് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു, ഇതാരതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇന്നത്തെ കാലത്തിലെ എന്ന് പറഞ്ഞിട്ട് ബദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ അപ്പം അന്ന് ആളൊന്നും ഇല്ലല്ലോ, ഈ അമ്പലത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്, അധികാരികളൊക്കെ നിൽക്കുന്നുണ്ട്, മഞ്ഞ് മാറി വരണുള്ളൂ. നമ്മുടെ റാവൽജി അകത്തുനിന്ന് നടയങ്ങോട്ട് തുറന്ന് പുറത്തേക്ക് വന്നപ്പം പ്രാരബ്ധക്കാരൻ തിരുമേനിയെ കണ്ടു. അദ്ദേഹം നമസ്കരിച്ചു. അദ്ദേഹം ചോദിച്ചു, അങ്ങ് എവിടെയായിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, തിരുമേനിയല്ലേ പറഞ്ഞത് ഇത് തുറക്കാൻ പറ്റില്ല എന്ന്, ഞാൻ ഇന്നലെ ഇവിടെ എവിടെയോ തെറിച്ചു പോയിട്ടോ. അപ്പൊ തിരുമേനി ചോദിച്ചു, അങ്ങ് എവിടെയാ? അപ്പൊ തിരുമേനി പറഞ്ഞു, ഞാനിവിടെ അടുത്തൊരു ഗുഹയ്ക്കകത്ത് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി, ഒരു കുട്ടി എനിക്കിതൊക്കെ ചെയ്തു തന്നത്. അപ്പൊ ഈ റാവൽജി ചോദിച്ചു, അങ്ങ് എന്താ അസംബന്ധമായി പറയണേ, ഞാൻ എവിടെയെല്ലാം അങ്ങേ അന്വേഷിച്ചു, എത്ര പേരെ വിട്ട് അന്വേഷിച്ചു. അപ്പൊ തിരുമേനി പറഞ്ഞു, നന്ദിയുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് ഈ നടയൊന്ന് തുറന്നല്ലോ ഇന്നത്തെ ദിവസം. അപ്പൊ റാവൽജി പറഞ്ഞു, അങ്ങെന്ത് ഭ്രാന്തായി പറയണേ, ബദ്രിനാഥ ക്ഷേത്രം അടച്ചിട്ട് ഇന്നേക്ക് 6 മാസം കഴിഞ്ഞിരിക്കുന്നു. ഈ 6 മാസം അങ്ങ് എവിടെയായിരുന്നു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, 6 മാസം എന്തായി പറയണേ, ഞാൻ ഇന്നലെ ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങല്ലേ ഉണ്ടായത്. റാവൽജി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അവിടെ ഇരുത്തി. ഓരോന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കറുത്ത നിറമുള്ളൊരു കുട്ടി വന്നു,
കൂട്ടത്തിൽ പശുക്കളുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കയ്യിൽ ഒരു കാലിക്കോലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ റാവൽജി ആ മഹാനായ തിരുമേനിയെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങേ ഒന്ന് നമസ്കരിച്ചോട്ടെ. അതാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പന്റെ സ്വരൂപം അതാണ്. തൻ്റെ ഭക്തന് തന്നെ കാണണമെങ്കിൽ അതാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്, ദേശകാലാവധിഭ്യാം. ഗുരുവായൂരപ്പൻ എന്ത് ദേശം, എന്ത് കാലം. തൻ്റെ ഭക്തനെ തൻ്റെ മടിയിൽ കിടത്തി 6 മാസക്കാലം ഒരു ഞൊടി പോലെ മാറ്റാൻ പ്രപഞ്ചത്തിൽ സാധിക്കുന്ന ഒരേ ഒരാളായ ഗുരുവായൂരപ്പനെ കുറിച്ചല്ലാണ്ട് സത്യം പരം ധീമഹി എന്ന് എന്തിനെ കുറിച്ചാണ് പറയാൻ പറ്റുക? ഇതല്ലാതെ പരമമായ സത്യം. കാരണം ഗുരുവായൂരപ്പനെ അത് സാധിക്കുള്ളൂ. നമ്മളെ ചേർത്ത് പഠിക്കുക. അതാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് അറിയോ? പരമമായ സത്യത്തെ ധ്യാനിച്ച് നടക്കുന്ന ഒരാളുണ്ട് ഗുരുവായൂരമ്പലത്തിനകത്ത്. എപ്പോഴെങ്കിലും പോകുമ്പോൾ നോക്കിക്കോളണം. നമ്മൾ ഗുരുവായൂരമ്പലം എത്ര അടിച്ചു വാരിയാലും എത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അവിടുന്ന് പോവാത്ത ഒരു സാധനമുണ്ട്. ആ ആനക്കോട്ടിൻ്റെ ഭാഗത്തോ ശ്രീകോവിലിൻ്റെ ഭാഗത്തോ ഒക്കെ കാണാം. എന്താണെന്നറിയോ? കുന്നിക്കുരു. ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരു ആണോ കുന്നിക്കുരുവിൻ്റെ ഗുരുവായൂരപ്പനാണോ നമുക്കറിയില്ല. ആ കുന്നിക്കുരു പോലെ ആയാൽ മതി നമ്മുടെ ജീവിതം. മഹാവിസ്ഫോടനം നടന്ന് പ്രപഞ്ചത്തിൻ്റെ ഏതോ തലങ്ങളിൽ നിന്ന് താഴേക്ക് അടർന്നു വീണ 2 കണ്ണുനീർത്തുള്ളികൾ എന്ന പോലെ സർവ്വതും ചെന്ന് ലയിക്കുന്ന ആ 2 കുഞ്ഞിക്കാലുകളിൽ ലയിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ചുവന്നു തുടുത്തിരിക്കുന്ന ആ പ്രത്യാശ കൊണ്ടും ഗുരുവായൂരപ്പനെ ചേരാൻ പറ്റണില്ലല്ലോ എന്ന വിഷാദത്തിൻ്റെ കറുത്ത പൊട്ട് തൊട്ടുകൊണ്ടും നടക്കുന്ന ഒരു കുന്നിക്കുരു പോലെ ആയാൽ മതി. എന്നെങ്കിലും അവിടെ ചെല്ലും. നമ്മൾ പക്ഷെ അങ്ങനെയല്ല. ഭഗവാന് നമ്മളോട് പ്രേമാണ്. കാലമോ ദേശമോ നോക്കാതെ നമ്മളെ പ്രേമിക്കണ ഒരാളേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പനാണ്. പക്ഷെ നമുക്ക് ആ പ്രേമല്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം എല്ലാവരും പറയണ പരാതിയാണ്, 4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു, 5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു, ഇനി പോവില്ല എന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഗുരുവായൂരപ്പന് നമ്മളെ കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളെവിടെ പിടിച്ചു നിർത്തിയേക്കണം എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? അതില്ലല്ലോ. അപ്പൊ നമുക്കിഷ്ടമുള്ള ഒരാൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിടുക ചെയ്യാം ആണോ? നമ്മളവിടെ പിടിച്ചു വെക്കും. ഇന്ന് പോകണ്ട, നാളെ പോകണ്ട പറയും. ആ വാത്സല്യം അത് നമ്മളോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും ഉണ്ട്. അതാണ് പണ്ട് ഗുരുവായൂരപ്പൻ്റെ മേശാന്തിയുടെ ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞിട്ടുള്ള വെള്ളിയോട് ശങ്കരേട്ടൻ ചാർത്താൻ അത്ര വിദഗ്ധനാണ് അദ്ദേഹം. ഒരു പ്രാവശ്യം പക്ഷെ അദ്ദേഹത്തിന് പഴച്ചു എന്നാ പറയാ. കളവ് ഉറക്കണില്ല, ഉറക്കാണ്ട് താഴേക്ക് പോകുന്നു. അവസാനം അതൊക്കെ കൂടെ എന്തൊക്കെയോ ചെയ്തു അദ്ദേഹം. അവസാനം അദ്ദേഹം നമസ്കരിച്ചിട്ട് പറഞ്ഞു, നാരായണ ഭഗവാനെ, അവിടുന്ന് എന്തൊക്കെയോ എന്നെ കൊണ്ട് ചെയ്യിച്ചു, ഇനി എനിക്ക് വയ്യ, ഇതെന്താന്ന് എനിക്കറിയില്ല, ഇറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം പുറത്തുനിന്ന് നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ അന്തം വിട്ടതാണ്. അകത്ത് കണ്ട രൂപം എന്താണ്? ഒരിക്കലും അദ്ദേഹം മനസ്സിൽ വിചാരിച്ചില്ല. കളഭത്തിൻ്റെ ഉരുളകൾ ഉരുട്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചപ്പോൾ അവസാനം പുറത്തുനിന്ന് കണ്ടവർ കണ്ടു, ഗുരുവായൂരപ്പൻ ഒരു ഉണ്ണിയുടെ ഭാവത്തിൽ ഒരു തുളസിക്കതിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ പുറത്തേക്കായിട്ടുണ്ട്. ഒരു ആനത്തോട്ടി പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പുറകില് ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു തടമ്പ്. എല്ലാവരും അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, ഇതെന്തൊരു ചാർത്താണിത്? ഗുരുവായൂരപ്പൻ ആനക്കാരനാവേ?
തിരുമേനി നമസ്കരിച്ചിട്ട് അങ്ങോട്ട് പോയി. എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ 20 മിനിറ്റ് കഴിഞ്ഞപ്പം എന്താ ആ ചാർത്തെന്നുള്ളത് ലോകത്തിന് മനസ്സിലായി. 20 മിനിറ്റ് കഴിഞ്ഞപ്പം ഗുരുവായൂർ കേശവൻ അങ്ങോട്ട് ചെരിഞ്ഞു. അപ്പൊ ഗുരുവായൂരപ്പൻ പറയാണ്, ഇത്ര കാലം എൻ്റെ തടമ്പ്, എന്നെ നമ്മൾ തടമ്പ് എന്നാ പറയുക, ഈ സ്വരൂപത്തെ കേശവ നീ ചുമന്നില്ലേ, ഇനി നിന്റെ ആനക്കാരൻ ഞാനാണ്. അതല്ല ഇപ്പോഴും ആ കേശവനെ കണ്ടുകൊണ്ടല്ലേ നമ്മൾ അകത്തേക്ക് കടക്കുക. നമുക്കൊറ്റ പ്രാർത്ഥനയെ വേണ്ടു ഇവിടെ. പരമമായ സത്യം ഗുരുവായൂരപ്പനാവണം. അതിനപ്പുറത്തേക്കൊരു സത്യമില്ല എന്ന ഉറപ്പുണ്ടാവണം. അതിനിപ്പോ അന്വയ വ്യതിരേക യുക്തിയുടെ ആവശ്യമൊന്നുമില്ല. മണ്ണുണ്ടെങ്കിലും കുടമുണ്ട്, കുടമുണ്ടെങ്കിലും മണ്ണില്ല, മണ്ണില്ലെങ്കിലും കുടമുണ്ട്. അതൊക്കെ പറഞ്ഞ് കാലം കഴിക്കണതിന് പകരം ഒക്കെ പഠിക്കണം, ശാസ്ത്രമൊക്കെ വേണം. പക്ഷേ ശാസ്ത്ര പഠനത്തിനിടയിൽ ഭഗവാനെ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്പം നമുക്ക് ഹിന്ദുക്കൾക്കൊക്കെ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ദേവി മഹാത്മ്യത്തിൻ്റെ സയൻറ്റിഫിക് റിസർച്ച് നടത്തുക നല്ലതാണ്, പക്ഷെ കാലം കഴിഞ്ഞു പോകും. ഹൃദയത്തിന് അതാണ് വള്ളിയൂർ തിരുമേനി പറഞ്ഞത്. അന്ന് പൂർണ്ണാമൃതാനന്ദ സ്വാമിയെ കണ്ടപ്പം കാലൊടിഞ്ഞ് വേദനപ്പെട്ട് കിടക്കുമ്പോഴും ഭാഗവതത്തിൻ്റെ സകല വ്യാഖ്യാനങ്ങളും പഠിച്ച തിരുമേനി തൊഴുതുകൊണ്ട് പറഞ്ഞത്, അമ്മയെ കാണുമ്പോൾ പറയണം എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണം. അതാ പറഞ്ഞത്. നമുക്ക് ഒറ്റ പ്രാർത്ഥനയാണ്. എന്താ? നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. ഞാനാവലാതി തിരുമുൻപിൽ ഉണർത്തിടുന്നേൻ കൃഷ്ണ, ആനന്ദപൂർണൻ അതു കേട്ടു ധരിച്ചിടേണം. ഈ ജന്മത്തിലാകെ ദുഃഖങ്ങളാണടിയൻ്റെ നേട്ടം, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ. അപ്പൊ പരമമായ സത്യസാക്ഷാത്കാരം ഈശ്വരനാണ്. ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം ഉള്ളത്. സൃഷ്ടിയും സ്തുതിയും സംഹാരവും എല്ലാം നമ്മളിൽ നിന്ന് ആരംഭിച്ച് നമ്മളിൽ വിലയം പ്രാപിച്ച് ഏതൊന്നാണോ സത്യവസ്തുവായി ഈ പ്രപഞ്ചത്തിൽ ഉള്ളത്, പ്രപഞ്ചത്തിൽ ഉള്ള ആ വസ്തു പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായി നിൽക്കുകയും പ്രപഞ്ചമെന്ന് പറയുന്നത് ഇല്ലാതായാൽ പോലും ആ സത്യവസ്തു അവശേഷിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ഭാഗവത പഠനം ഇവിടം തൊട്ട് നമുക്ക് ആരംഭിക്കാൻ തിരുമേനി ശക്തി തരട്ടെ, ഇവിടുത്തെ അമ്മ ശക്തി തരട്ടെ. അവരിലൂടെ അല്ലാണ്ട് ഈ മണ്ണിൽ നമുക്ക് ഭാഗവതം കിട്ടില്ല. അതാണ് പറഞ്ഞത്. ആ ശ്രീരാമചരിതത്തിൽ നമ്മൾ കാണും, ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. അപ്പോൾ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതിന് മീതെ ഒരു സത്യമില്ല എന്ന ബോധ്യം ഗുരുവായൂരപ്പ അവിടുന്ന് തരയണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും നമ്മൾ അർഹരല്ല. വൃത്രനൊക്കെ പറഞ്ഞ മാതിരി, വൃത്രനെ അസുരൻ എന്നൊക്കെ പറയാൻ പേടിയാണ്. അപ്പം നമ്മളൊക്കെ ആരായിരിക്കും? വൃത്രനെ അസുരൻ എന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ ആരായിരിക്കും? അതാണ് എത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞത് അല്ലേ, വൃത്ര ചതുശ്ലോകിയൊക്കെ നമ്മൾ വായിക്കുമ്പം. അപ്പം ഏതായാലും തിരുമേനിയുടെ അനുഗ്രഹങ്ങളിലൂടെ അല്ലാണ്ട് നമുക്ക് ഈ മണ്ണിലെ ഭാഗവതം ലഭിക്കാൻ പ്രയാസമാണ്. ആ മഹാസ്മൃതിക്ക് മുൻപിൽ നമുക്ക് ഒരുമിച്ച് സാഷ്ടാംഗമായിട്ട് പ്രണമിക്കാം. സത്യവസ്തുവിനെ തേടിയുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. ഇതൊരു പ്രഭാഷണമായിട്ടൊന്നുമല്ല, ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് സുഹൃതായിട്ട് വേണ്ട എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ഈ വാക്കുകൾ ഭഗവാങ്കൽ സമർപ്പിക്കാൻ പോലും നമ്മൾ അർഹരല്ല.
എന്നാലും ഒരു മോഹം കൊണ്ട് നമുക്കിതൊക്കെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത് ബ്രഹ്മാർപ്പണമസ്തു പരമാത്മനേ. അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം സത്രവേ